സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ജലഹള്ളിയമ്പലം തന്നിലുണ്ടേ ജാജ്വല്യമാനനായി ധർമ്മശാസ്ത്ര ജന്മകോടികൾക്കു പുണ്യമായി ജലജനേത്രൻ സാക്ഷാൽ ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്ര സ്വാമി ധർമ്മശാസ്ത്ര ജലഹള്ളി വാഴുന്ന ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്ര സ്വാമി ധർമ്മശാസ്ത്ര ജലഹള്ളി വാഴുന്ന ധർമ്മശാസ്ത്ര. കലികാല ദുഃഖങ്ങൾ നീക്കിടുന്നു കലിയുഗവരദനാം ധർമ്മശാസ്ത്ര. കാലന തുല്യമെൻ മാനസത്തിൽ കയറിയിരിക്കണേ ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്ര സ്വാമി ധർമ്മശാസ്ത്ര ജലഹള്ളി വാഴുന്ന ധർമ്മശാസ്ത്ര. കാർമുകിൽ വന്ദനാം ശ്രീകൃഷ്ണന്റെ കഥകളെ കേൾക്കുന്നു ധർമ്മശാസ്ത്ര. കരയുന്ന ഭക്തന്റെ ചാരയെത്തി കണ്ണീർ തുടയ്ക്കുന്നു ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്ര സ്വാമി ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്ര സ്വാമി ധർമ്മശാസ്ത്ര. കണ്ണന്റെ കഥകൾ പറയുമെന്റെ കണ്ഠത്തിൽ നാദമായി ധർമ്മശാസ്ത്ര. കലിയുഗ ധർമ്മമ നാമജപം കേട്ടു രസിക്കുന്നു ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്ര സ്വാമി ധർമ്മശാസ്ത്ര ജലഹള്ളി വാഴുന്ന ധർമ്മശാസ്ത്ര. ഹരിയുടെ കഥയിൽ ഹരം പിടിച്ചു ഹരിഹരപുത്രന ധർമ്മശാസ്ത്ര. കരിപൂരണ്ടോരന്റെ ജീവിതത്തിൽ സ്വരഗംഗ തീർക്കുന്നു ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്ര സ്വാമി ധർമ്മശാസ്ത്ര ജലഹള്ളി വാഴുന്ന ധർമ്മശാസ്ത്ര. ജലഹള്ളി അമ്പലം തന്നിലുണ്ടേ ജാജ്വല്യമാനനായി ധർമ്മശാസ്ത്ര. ജനകോടികൾക്കെന്നും പുണ്യമായി ജലജനേ
സാക്ഷാത് ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്ര ഹരി ധർമ്മശാസ്ത്ര ജലഹള്ളി വാഴുന്ന ധർമ്മശാസ്ത്ര സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സ്വാമിയേ ശരണമയ്യപ്പ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ അനവരതം അനസ്യൂതം ഭഗവാൻ അനുഗ്രഹമായി നൽകുമ്പോൾ നമ്മളിലും ആ അക്ഷരഗംഗ അനർഗളമായി ഒഴുകാനുള്ള ഭാഗ്യമായിട്ട് തീരുന്നു. പൊന്നുഗുരുവായൂരപ്പന്റെ മേൽശാന്തി സ്ഥാനം അലങ്കരിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും ശ്രേഷ്ഠമായ ഒരു സന്നിധിയിൽ നിരവധിയായ ഭക്തജനതയുടെ മുമ്പിൽ ഭക്ത വത്സലനായ ശ്രീധർമ്മശാസ്താവിന്റെ മുമ്പിൽ ഗണപതിയുടെ മടിയിലിരിക്കുന്ന ആ ഗോപീ ഗണപതിയുടെ കഥ ഇവിടെ പാടാനുള്ള ഭാഗ്യമായിട്ട് തീരുന്നത്. കണ്ണന്റെ കാരുണ്യം എന്നുള്ളത് മാത്രമാണ് ഈ തരുണത്തിൽ പറയാനുള്ളത്. ഭക്തോത്തമനായ ഉദ്ധവനെ ഭഗവാൻ ബദരിയിലേക്ക് പറഞ്ഞയക്കുന്നതെന്നും അതാണ് ഇവിടെ അനുസ്മരിക്കാനുള്ളത്. വളരെ ഗഹനമായ ഒരു ഭാഗം ഭാഗവത സാരമാണിത്. ഭാഗവത ധർമ്മത്തെക്കുറിച്ച് കുറച്ചു മുമ്പേ ആചാര്യൻ നമുക്ക് പറഞ്ഞു തന്നു. നവയോഗി സംവാദ രൂപത്തിൽ കവിഹരി തുടങ്ങിയ ഋഷഭപുത്രന്മാരുടെ വാക്കുകളിലൂടെ കവിഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഭോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, ആ 9 പേരിലൂടെ നമ്മൾ കേട്ടു. അതിനെ തന്നെ കുറച്ചുകൂടി വിസ്തരിച്ച് ഉദ്ധവന്റെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുക. ഭഗവാൻ ഈ ആത്മതത്വോപദേശം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തകർന്നുപോയ അർജുനന് പകർന്നു കൊടുക്കുന്നുണ്ട്. അതിന് ഭഗവത്ഗീത എന്ന് പേര് പറയുമ്പോൾ ഇവിടെ ഭഗവാൻ ഉദ്ധവന് നൽകുന്ന വളരെ വിശേഷമായിട്ടുള്ള ഉപദേശം ഭക്തന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഉദ്ധവഗീത എന്ന് അറിയപ്പെടുന്നത്. ഈ ഉദ്ധവഗീതയിൽ തന്നെ ഒരുപാട് ഉപഗീതകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ദത്താത്രേയ ഗീത എന്നുള്ള രീതിയിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നു. പിന്നീട് ഭഗവാന്റെ തന്നെ അവതാരമായ ഹംസാവതാരത്തിലൂടെ ഹംസഗീത, അതിനുശേഷം ഇപ്പൊ നമ്മൾ പാരായണത്തിന് സമർപ്പിച്ച ദ്വിജഗീത, ഐളഗീത, ഇങ്ങനെ പല ഗീതകളും നമുക്കിതില് കാണാൻ സാധിക്കും. അപ്പൊ 23 അധ്യായങ്ങളിലൂടെ ഏകാദശ സ്കന്ധത്തിന്റെ 7ാമത്തെ അധ്യായം, 6ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ ഉദ്ധവന്റെ ഒരു അപേക്ഷ, ആ അപേക്ഷയ്ക്ക് ഭഗവാൻ നൽകുന്ന ഉപദേശമാണ് തുടർന്ന് 23 അധ്യായങ്ങളിലൂടെ ഭഗവാൻ വളരെ വിസ്തരിച്ച് പറയുന്നത്. ഏകാദശ സ്കന്ധം മുക്തി സ്കന്ധമാണ്. എന്നാൽ ഭാഗവതം ആ മുക്തിക്കും അപ്പുറം ആശ്രയത്തിന്റെ ഒരു രംഗം കൂടി നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഏകാശ്രയം ഭഗവാനാണെന്നും ആ ഭഗവാന്റെ പാദങ്ങളാണ് എന്നും കാണിച്ചു തരുന്നു. ഉദ്ധവനെ ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്തിച്ച് ബദരിയാശ്രമത്തിലേക്ക് ഭഗവാൻ പറഞ്ഞയക്കുകയാണ്. അതിന് ഉദ്ധവന്റെ ചോദ്യം ഒരു കാരണമായി. ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന അറിവ് അല്ലെങ്കിൽ ആ തിരിച്ചറിവ് ഉദ്ധവനിൽ വല്ലാത്ത വേദനയ്ക്ക് കാരണമാണ്. കാരണം എത്രയോ കാലങ്ങളായി, 1 നൂറ്റാണ്ടിലേറെ കാലം ഭഗവാനോടൊപ്പം, ഭഗവാന്റെ നിഴൽ എന്ന് പറഞ്ഞാൽ പോലും അതിനേക്കാളും അപ്പുറമാണ്. കാരണം ഇരുട്ടത്ത് നിഴലുണ്ടാവില്ല, പക്ഷെ സദാ ഭഗവത് സേവകനായിരിക്കുന്ന ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ സ്വധാമഗമനം വല്ലാത്ത വേദനയായി ഉള്ളിൽ നിറയുന്നു. അപ്പോഴാണ് ഭഗവാന്റെ
കാക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറയുകയാണ്, അങ്ങ് വിപ്രശാപം എന്നുള്ള രീതിയിൽ ഈ യാദവ കുലത്തെ മുഴുവൻ പ്രഭാസ തീർത്ഥത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ഒരു ശാപവും കടന്നു വരാത്ത ഇടമാണ് ദ്വാരക. എന്നാൽ ആ ദ്വാരകയിൽ നിന്ന് എല്ലാവരെയും അവിടുന്ന് പറഞ്ഞയക്കുന്നത് ശാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനല്ല, മറിച്ച് അവരെ ശാപത്തിൽ ഉൾപ്പെടുത്താനാണ്. യാദവ വംശത്തിന്റെ നാശത്തിന് കാരണമാണ് ഇത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെയെങ്കിൽ ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് ഉദ്ധവൻ പറയുകയാണ്, ഭഗവാനെ അവിടുന്ന് സ്വധാമത്തിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങയെ വിട്ടുപിരിയാൻ അടിയന് സാധിക്കില്ല. നാഹം തവാംഘ്രി കമലം ക്ഷണാർത്ഥമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമ മയമാമി. അവിടുത്തെ ധാമത്തിലേക്ക്, ആ വൈകുണ്ഠലോകത്തിലേക്ക് അടിയനെ കൂടി കൊണ്ടുപോകണം. അവിടുത്തെ വിട്ടുപിരിഞ്ഞിരിക്കാൻ അടിയന് ക്ഷണാർത്ഥം പോലും സാധിക്കില്ല, അടിയനെ കൂടി കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഭഗവാൻ തൻ്റെ ഭൃത്യനായ, തൻ്റെ ഭക്തനായ ഉദ്ധവനോട്, ആ ദേവകീപുത്രൻ, ആ വാസുദേവൻ, ആ ഭഗവാൻ പറയുന്നതാണ് ഉദ്ധവഗീത. നമുക്ക് വളരെ കുറച്ചു സമയം കൊണ്ട് അതിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കുക. കുറച്ചു സമയമാണെങ്കിലും കൂടുതൽ സമയമാണെങ്കിലും വാക്കുകളായി വരുന്നത് ആ വേദസ്വരൂപനായ, ലോകത്തിന്റെ മുഴുവൻ അറിവായ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അപ്പൊ അതിലൂടെ ഒന്ന് കടന്നു പോവുക. ഭഗവാൻ ഉദ്ധവന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഉദ്ധവ, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. എൻ്റെ അവതാരോദ്ദേശങ്ങളൊക്കെ പൂർത്തിയായി. കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ ഞാൻ ആടിയ ലീലകൾ ഇതാ പൂർത്തീകരിക്കാറായി. ഇനി അവസാനം കട്ടാളന്റെ ആ അമ്പ് എൻ്റെ കാലിൽ വന്ന് തറയ്ക്കുന്നതോടുകൂടി ഞാൻ സുധാമത്തിലേക്ക് തിരിച്ചു പോകും. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങ് എന്ത് വേണം? അങ്ങ് എല്ലാം ഉപേക്ഷിച്ച് എന്നെ മാത്രം വിചാരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. ത്വംതു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യക് സമദൃ വിചരസ്വഗാം. ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ജീവിത സത്യമാണ് ഇത്. ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വെക്കുക. സാധാരണ രീതിയിൽ മനുഷ്യന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് 100 വർഷമാണെന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ 4 തിരിക്കാനാണ് 4 ആശ്രമങ്ങളെ പൂർവസൂരികൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അപ്പൊ 4 തിരിക്കുമ്പോൾ ഓരോ ആശ്രമത്തിനും 25 വീതം വർഷം. ആദ്യത്തെ 25 വർഷം ബ്രഹ്മചാരിയായി വേദാധ്യയനം ചെയ്ത് പഠനത്തിനായിട്ട് മാറ്റിവെക്കുക. പിന്നീടുള്ള 25 വർഷമാണ് ഗൃഹസ്ഥനായിട്ട് ജീവിക്കേണ്ടത്. 50 വയസ്സ് കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മൾ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് കടക്കണം. ആ സന്ദർഭത്തിൽ പതിയെ പതിയെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിട്ട് വാനപ്രസ്ഥത്തിലേക്ക് കടന്ന് ആശകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ഏകാഗ്രഹം ഭഗവാൻ മാത്രമാണ് എന്ന ഭാവത്തോടു കൂടി ആ ആഗ്രഹ സാക്ഷാത്കാരത്തിന് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയും. ഇതാണ് ഭഗവാൻ പറഞ്ഞത്, ത്വംതു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരുമായിട്ടാണ്? നമ്മുടെ ആളുകളുമായിട്ട്. നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ, ബന്ധുക്കൾ ആയിട്ട്. ആ ബന്ധങ്ങളൊക്കെ പലപ്പോഴും ബന്ധനങ്ങളാണ് എന്ന് തിരിച്ചറിവ്. ആരെയും സ്നേഹിക്കരുതെന്ന് ഭാഗവതം പറയുന്നില്ല. പക്ഷെ ആ സ്നേഹത്തെ പതിയെ പതിയെ ഉപേക്ഷിക്കാൻ സാധിക്കണം. ഇതൊക്കെ നശിക്കുന്നതാണ് എന്നൊരു ബോധം ഉണ്ടാവണം. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തു വേണം? സന്യാസ തുല്യമായൊരു ജീവിതം. ഇതിന് കാവി ധരിക്കണമെന്നോ രുദ്രാക്ഷം ധരിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. മനസ്സിനെ പാകപ്പെടുത്താൻ സാധിക്കണം. അതിനാണ് ഭാഗവതം ഈ കഴിഞ്ഞ 10 സ്കന്ധങ്ങളിലൂടെയും പറഞ്ഞത്. അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന രീതിയിൽ ഏകാദശ സ്കന്ധത്തിലൂടെ പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ പറയുകയാണ്, വയ്യാവേശ്യ മനസ്സമ്യക്. മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കും. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വലിയ തിരക്ക് കൂട്ടുന്ന
കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്, എങ്ങടാണ് പോകാന്നറിയില്ല. അപ്പൊ നമ്മളെ കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും എളുപ്പം എന്താ, അത് നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളുടെ അടുത്ത് ആ കുതിരയെ ഏൽപ്പിക്കുക. ആ കുതിര ഭഗവാന്റെ കയ്യിലാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ സൗകര്യമായി. അതിന് സാധിക്കാനുള്ള വഴിയാണ് ഇത്തരം സത്സംഗങ്ങൾ, സത്രങ്ങൾ, പ്രഭാഷണങ്ങൾ, നാമസങ്കീർത്തനങ്ങൾ. നമ്മൾ വലിയ ഭാഗ്യമുള്ള ഒരു തലമുറയാണ്. നമ്മൾ കലിയുഗത്തിലെ ദോഷങ്ങളെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുകയും വേണ്ട, മറിച്ച് കലിയുഗത്തിന്റെ പരമമായ ഭാഗ്യത്തെ ആലോചിച്ച് സന്തോഷിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും പറയാറുള്ളത് പോലെ നല്ലത് കാണാനായിട്ട് സാധിക്കുക. തെറ്റുകൾ ഒരുപാടുണ്ടാവും ലോകത്ത്, അതിന്റെ പിന്നാലെ പോവുകയേ വേണ്ട. ശരിയുടെ പിന്നാലെ പോവുക, ഹരിയുടെ പിന്നാലെ പോവുക, ആ നാമസങ്കീർത്തനം ചെയ്യുക. അപ്പൊ തെറ്റിലേക്ക് മനസ്സ് വ്യാപരിക്കില്ല. വെറുതെ ഇരുന്നാലാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പൊ വെറുതെ ഇരിക്കാതിരിക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്തോളൂ. ആ പ്രവൃത്തികളൊക്കെ തന്നെ നാരായണായേതി സമർപ്പയേതൽ. നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കുക, എല്ലാം ഭഗവാൻ മാത്രമാണെന്ന് ചിന്തിക്കാറാവുക. അപ്പൊ പിന്നെ ആരെയും കുറിച്ച് നമുക്ക് ദോഷം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും സന്തോഷവും താല്പര്യവും മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താനാണ്. അതുകൊണ്ട് ആ മനസ്സ് ഭഗവാനിലേക്ക് തിരിച്ചു വെച്ചാൽ പിന്നെ അവിടെ ദോഷം സംഭവിക്കില്ല. പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ തൊഴാൻ പോകുന്ന സമയത്ത് ഇപ്പൊ തിരക്ക് വരുമ്പോ അങ്ങനെയാണ് അല്ലേ? ഈ ക്ഷേത്രത്തിലാണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ തൊഴാൻ നിൽക്കുമ്പോൾ പറയും വേഗം തൊഴുതു മാറൂ, വേഗം തൊഴുതു മാറൂ എന്ന് പറയും. നമുക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവാറില്ല, കുറേ കാലമായി മോഹിച്ച് അവിടെ എത്തിയിട്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വലിയൊരു അറിവുണ്ട്, ആ ഭഗവത് ചൈതന്യത്തെ കാണാൻ ഈ മാംസചക്ഷുസുകളെ കൊണ്ടല്ല സാധിക്കുക, മറിച്ച് അകക്കണ്ണുകൊണ്ടാണ് സാധിക്കുക. ബാക്കി എന്ത് വസ്തു കാണാനും നമ്മൾ കണ്ണ് തുറന്ന് നിൽക്കാറുണ്ടെങ്കിൽ ഭഗവാന്റെ മുമ്പിലെത്തിയാൽ നമ്മൾ കണ്ണടയ്ക്കും ഇല്ലേ? ഉള്ളിലെ കണ്ണാണ് തുറക്കേണ്ടത് എന്ന് നമ്മുടെ ഉപബോധ മനസ്സിന് അറിയാം. അപ്പൊ അങ്ങനെ ആ കണ്ണടച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടുന്ന് പറയുന്നു, തൊഴുതു മാറൂ, തൊഴുതു മാറൂ. എന്താ ഈ പറയുന്നത്? ഭഗവാൻ ആ കാമക്കാരൻ കൊണ്ട് നമ്മളോട് പറയിപ്പിക്കുകയാണ്, തൊഴുത് മാറൂ. എത്ര കാലമായി നിങ്ങൾ തൊഴുത് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? നിങ്ങളുടെ ഉള്ളിലെ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികൾക്ക് ശമനമുണ്ടായോ? ഭഗവാൻ ചോദിക്കുകയാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ എല്ലാ വ്യാഴാഴ്ചയും തൊഴാറുണ്ട്, എല്ലാ മാസവും തൊഴാറുണ്ട്, ഭഗവാനെ തൊഴുത കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കുടിക്കുള്ളൂ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ മനസ്സിന് എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഭാഗവതം കേട്ടത്, എത്ര ഭാഗവതം കേട്ടു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല, എങ്ങനെ കേട്ടു എന്നുള്ളതാണ്. തുടക്കത്തിൽ നമ്മള് ആ ബുദ്ധുകാരിയുടെ കഥയൊക്കെ കേട്ടപ്പോ മനസ്സ് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കേട്ട ആളാണ് മഹാഭാവിയായ ബുദ്ധുകാരി. പക്ഷേ ആ ബുദ്ധുകാരിക്ക് പോലും ഒരൊറ്റ വട്ടം കേട്ടപ്പോ ഭഗവത് പദപ്രാപ്തി, ആ സാരൂപ്യമുക്തി കിട്ടി. ഭാഗവതം പറഞ്ഞുകൊടുത്ത ഗോകർണന് പോലും രണ്ടാമത്തെ സപ്താഹത്തിലെ അത് ലഭിച്ചുള്ളൂ എന്ന് ആലോചിക്കണം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ശ്രാവ്യമാണ്, കേൾക്കാനുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കൂ. അങ്ങനെ ശ്രദ്ധയോടുകൂടി കേട്ട് എന്ത് വേണം? നേരത്തെ പറഞ്ഞതുപോലെ തൊഴുതു മാറിയതുപോലെ കേട്ട് 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 ഒരു മാറ്റം നമുക്കുണ്ടാവണം. ആ മാറ്റമില്ലെങ്കിൽ ഇതൊക്കെ വെറും പറയുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധര വ്യായാമവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പറയാറുള്ളത് പോലെ ഒന്ന് കേട്ട് കളയാം എന്നുള്ള അവസ്ഥ മാത്രമായിട്ട് തീരും. ഇവിടെ ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞത് അതാണ്, ത്വംതു സർവം പരിത്യജ്യ. എല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ ഉദ്ധവൻ എന്ത് പറഞ്ഞു? ഭഗവാനെ, അങ്ങ് പറഞ്ഞത് വളരെ നന്നായി, എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? എല്ലാം ഉപേക്ഷിക്കാനൊക്കെ പറയാം, എനിക്ക് ഇവിടെ ഇരുന്ന് പറയാം, നിങ്ങൾക്ക് കേൾക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കണില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് വേണ്ട പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തൂല. കാരണം ഉപാസനയിലൂടെ മാത്രമേ നമ്മൾ പറയുന്നത് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കടക്കണം. ചെവിയിലേക്ക് കടക്കാൻ എളുപ്പമാണ്, ഹൃദയത്തിലേക്ക് കടക്കണം. അപ്പൊ അതിന് എന്താണ് വഴി? എല്ലാം ഉപേക്ഷിക്കാൻ എങ്ങനെ സാധിക്കും?
ഇപ്പൊ പറയുന്നു, ഉദ്ധവൻ പറഞ്ഞത് അതാണ്, ഭഗവാനെ ത്യാഗോയം ദുഷ്കരോ ഭൂമൻ. ത്യാഗം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാണ്. ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ വീട് വൃത്തിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതൊന്നും അവിടെ ഉണ്ടാവില്ല. ഒക്കെ ആവശ്യമുണ്ട് തോന്നുന്നു. ഒക്കെ ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്തു വെക്കരുതെന്ന് കുറെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും. അത് മനസ്സിലുള്ളതും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളോ എത്രയോ കാലം മുമ്പ് ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോടുള്ള ദേഷ്യം ഉള്ളിൽ വെച്ച് അയാൾ ആ കാര്യം മറന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പറയും ഞാനതൊന്നും മറക്കില്ല. മറക്കാനും പൊറുക്കാനും കഴിയണം. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. അല്ലെങ്കിൽ അങ്ങനെ ആവണം, അപ്പോഴേ മനുഷ്യനാവുള്ളൂ. അല്ലെങ്കിൽ ഇരുകാലി മൃഗം മാത്രമായിട്ട് തീരും. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ഉദ്ധവ, ഇതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി പലരിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. എന്റെ പൂർവികനായ യദു മഹാരാജാവിന് എന്റെ തന്നെ അവതാരമായ ദത്താത്രേയൻ എന്ന അവധൂതൻ പകർന്നു കൊടുത്ത ഒരു ഗീതയുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതാണ് ദത്താത്രേയ ഗീത. 24 ഗുരുക്കന്മാർ എന്നൊക്കെ പറയും. യദു മഹാരാജാവ് അത്ഭുതപ്പെട്ടു. കാരണം തനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. രാജ്യമുണ്ട്, അധികാരമുണ്ട്, സമ്പത്തുണ്ട്, സേവകന്മാരുണ്ട്. പക്ഷേ തനിക്ക് ലഭിക്കാത്ത ഒന്ന്, അവിടെ മരത്തണലിൽ തന്റെ കൈകളെ തലയിണയാക്കി വിശ്രമിക്കുന്ന ദത്താത്രേയൻ എന്ന അവധൂതന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ യദു മഹാരാജാവിന് സാധിച്ചു. അതുകൊണ്ടാണ് യദു മഹാരാജാവ് ചോദിച്ചത്, എങ്ങനെ ഇത് സാധിക്കുന്നു? കാരണം ജനേഷു ദഹ്യമാനേഷു കാമലോഭഗവാഗ്നിന, കാമലോഭാദികളാകുന്ന ആ അഗ്നികുണ്ഡത്തിൽ എല്ലാവരും ദഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഗംഗാംഭസ്ഥൈവദ്യവ, അങ്ങ് ഒരു ഗംഗയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയെ പോലെ സുഖമായിട്ട് ഇരിക്കുന്നു. എങ്ങനെ ഇത് സാധിക്കുന്നു? അത് സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ദത്താത്രേയൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് ഗുരുനാഥന്മാർ, ഭാഗവതം ഒരു 24 ഗുരുക്കന്മാരെ ദത്താത്രേയനിലൂടെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് ഗുരുക്കന്മാർ നമുക്ക് ഈ ലോകത്തുണ്ട്. പക്ഷെ നമ്മളൊക്കെ സ്വയം ഗുരുവായി അവരോധിക്കപ്പെടുന്നതോടുകൂടി മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാതെയാവും. അതൊക്കെ എനിക്കറിയാമെന്നാണ്. അത് മാതാപിതാക്കൾ കുട്ടികളോടും ഗുരുനാഥനെന്ന് അഭിമാനിക്കുന്നവർ, ശിഷ്യരെന്ന താഴെത്തട്ടിലുള്ളവർ എന്ന് കരുതുന്നവരോടും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പഠിക്കാൻ നമുക്ക് പലപ്പോഴും സമയമില്ല. പഠിപ്പിക്കാനാണ് താല്പര്യം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ് എന്ന ഒരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കും വരും. അതില്ലാതെയാണ് ഒരുപാട് ആളുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. ദത്താത്രേയൻ പറഞ്ഞത്, പൃഥിവി വായുരാകാശ ആപോഗ്നി ചന്ദ്രമാ രവി കപോതോ അജഗര സിന്ധു പതംഗോ മധുഗജ മധുഹാ ഹരിണോ മീനോ പിങ്കള പുരരോദ്ഭക കുമാരി ശരകൃ സർപ്പ ഊർണനാഭി സുപേഷ. ഇതാണ് 24 ഗുരുക്കന്മാർ എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്ന് പഠിച്ചത് ക്ഷമ. അല്ലേ? ക്ഷമയില്ലാത്തതാണ് എല്ലാത്തിനും പ്രശ്നം. അല്ലേ? ക്ഷമിക്കാനും അടങ്ങാനും അടക്കാനും സാധിക്കും. നമ്മളോടൊക്കെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമാരൊക്കെ പറയും, മനസ്സിരുത്തി പഠിക്കണം, മനസ്സിരുത്തി കേൾക്കണം. മനസ്സിങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോ അതുകൊണ്ട് ആ അടക്കമുണ്ടാവണമെങ്കിൽ, ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാൻ ഒക്കെ സാധിക്കണമെങ്കിൽ ഭൂമിയെ പോലെയാവണം. ഭൂമി ഏതൊക്കെ തരത്തിൽ ഭൂമിയെ ദ്രോഹിച്ചാലും ആ അമ്മ നമ്മളോട് തിരിച്ചൊന്നും പറയാറില്ല. ഇതേപോലെ ക്ഷമിക്കാൻ സാധിക്കണമെന്ന് ഭൂമി പഠിപ്പിച്ചപ്പോ നിസ്സംഗത്വം, ഒന്നുമായും സംഘം പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചത് വായുവാണ്. ആകാശത്തിന്റെ അനന്തത, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് സ്വരൂപത്തെ ഓർമ്മിപ്പിച്ചു. ഈ ലോകത്ത് ആകാശം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഈ ലോകത്ത് ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ആകാശം എന്നെ പഠിപ്പിച്ചപ്പോ മധുര സ്വഭാവമുള്ളവനാവണം എന്നെ ജലം എന്നെ പഠിപ്പിച്ചു. അല്ലേ? മാധുര്യമുള്ള മുഖം, ഒരു പുഞ്ചിരിക്കുന്ന മുഖം മനുഷ്യനെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഭഗവാൻ തന്നേക്കുന്നതാണ്
പുഞ്ചിരിക്കുക എന്നത്. ആളുകളെ നോക്കി നല്ലത് പറയാറാവുക, പുഞ്ചിരിക്കുക, നല്ലത്. അല്ലേ? നമ്മളൊക്കെ നല്ലത് ചെയ്തിരുന്നവരും നല്ലത് കേട്ടിരുന്നവരും നല്ലത് പറഞ്ഞിരുന്നവരുമാണ്. പതിയെ പതിയെ നമുക്ക് അതിൽ മാറ്റം വന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്, ഇന്ന് നല്ല ചൂടുണ്ട്. എന്തു പറ്റി? നല്ല മുട്ടുവേദന, നല്ല ചുമ, നല്ല പനി. ഇതൊക്കെ നമുക്ക് നല്ലതായിരുന്നു. ഇതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല, അല്ലേ? പക്ഷെ നമ്മൾ നല്ലതെന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ പതിയെ പതിയെ എന്തായി? ഒന്നും പറയണ്ട, ഒടുക്കത്തെ തിരക്ക്, നശിച്ച മഴ, ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ ആ അനുഭവവും നമ്മുടെ മനസ്സിൽ അങ്ങനെയായി മാറി എന്നുള്ളതാണ്. നമ്മുടെ ഗൃഹത്തില് എന്തെങ്കിലും യാചിച്ചു വരുന്നവരെ നമ്മൾ ഒരിക്കലും യാചകനെന്നോ പിച്ചക്കാരനെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. പണ്ട് കാലത്ത് ധർമ്മക്കാരൻ എന്നാ പറഞ്ഞിരുന്നത്. അവർക്ക് കൊടുക്കുന്നത് ധർമ്മമായിരുന്നു. അത് മാറിക്കഴിഞ്ഞപ്പോ ആ ധർമ്മം നഷ്ടപ്പെട്ടു. നമ്മൾ അധ്യാപകൻ എന്ന് എഴുതുന്നതിലെ ദാ പോയി, ഇപ്പൊ എന്തായി? ധ മാത്രമേ ഉള്ളൂ. അപ്പോ അധ്യാപകനിലെ ദയ പോയി, ധനം മാത്രമായി എന്ന് കുഞ്ഞുണ്ണി മാഷ് തമാശയായിട്ട് പറഞ്ഞതുപോലെ ആ മൂല്യച്യുതി എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ മധുരമുള്ളവനായിട്ട് തീരുക. പിന്നെ അടുത്തത് പറഞ്ഞത് അഗ്നിയാണ്. എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നു അഗ്നി. അങ്ങനെ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുക. അതിലെ ഗുണദോഷങ്ങൾ ചിന്തിക്കാതിരിക്കണം. അഗ്നിയെ പോലെ, ചന്ദ്രനെ പോലെ. ചന്ദ്രൻ ആ പ്രതിപദം മുതൽ പൗർണമി എത്തുന്നത് വരെ വലുതായി വലുതായി വരുന്നു. പതിയെ പതിയെ ചെറുതായി ചെറുതായി ഇല്ലാതെയാവും. ചന്ദ്രനല്ല ഇല്ലാതെയാവുന്നത്, ചന്ദ്രന്റെ കലകൾക്കാണ് നാശം എന്നുള്ളത് ഞാൻ പഠിച്ചു. ഇതേപോലെ ആത്മാവിന് നാശമില്ലെന്നും ശരീരമാണ് നശിക്കുന്നതെന്നും എന്നെ പഠിപ്പിച്ചത് ചന്ദ്രനാണ്. സൂര്യൻ എന്നെ പഠിപ്പിച്ചു. എന്ത്? ഒരേ ഒരു സൂര്യൻ, സൂര്യനെ പോലെ ആവുക. സൂര്യൻ ഒരാളോടും പക്ഷഭേദം കാണിക്കാറുണ്ട്. ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും വൈശ്യനോ ശൂദ്രനോ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരെയും ഒരേപോലെ കാണുന്നു. എല്ലാവരെയും മിത്രഭാവത്തിൽ കാണുന്നു. മിത്രൻ എന്നൊരു പര്യായം തന്നെ സൂര്യനുണ്ട്. അപ്പൊ സൂര്യനെ പോലെ ആവണം, എല്ലാവരെയും ഒരേപോലെ കാണാറാവണം. ധനികനെയും ദരിദ്രനെയും പണ്ഡിതനെയും പാമരനെയും സ്ത്രീയെയും പുരുഷനെയും വൃദ്ധനെയും ബാലനെയും ഒക്കെ ഒരുപോലെ കാണാറാവണം എന്നെ പഠിപ്പിച്ചത് സൂര്യനാണ്. ബന്ധുസ്നേഹം കൊണ്ട് സ്വജീവിതം നഷ്ടപ്പെടുത്തിയ ഒരു ആൺപക്ഷിയും പെൺപക്ഷിയും തന്റെ മക്കളെ, ആ പക്ഷിക്കുഞ്ഞുങ്ങളെ വേടൻ വലയിൽ പിടിച്ചപ്പോ ആ വേടന്റെ വലയിലേക്ക് എടുത്തു ചാടി സ്വയം ആ മരണം വരിച്ച ആ രണ്ടുപേർ എന്നെ പഠിപ്പിച്ചത് ബന്ധുസ്നേഹം, അമിതമായ സ്നേഹം അത്യാപത്താണ് എന്ന്. ആ മാടപ്രാവുകൾ എന്നെ അത് പഠിപ്പിച്ചു. അജഗരഹ, പെരുമ്പാമ്പ് എന്നെ പഠിപ്പിച്ചത് യദൃച്ഛാലാഭ സംതൃപ്തി, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണം. ഉള്ളത് നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കുക. ഒരു പാത്രത്തിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറയാം, പകുതി വെള്ളം ഇല്ല എന്ന് പറയാം. നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞ് ശീലിച്ചാൽ നമ്മുടെ ജീവിതം പോസിറ്റീവ് ആവും, അല്ലേ? ബി പോസിറ്റീവ്, അതാണ് വേണ്ടത്. അത് കൊറോണയുടെ കാലത്ത് മാത്രമേ അങ്ങനെ ആവരുത് എന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ബാക്കി എല്ലാ സമയത്തും ബി പോസിറ്റീവ് ആവണം. കൊറോണയുടെ സമയത്ത് പോസിറ്റീവ് ആയ ബുദ്ധിമുട്ടാണ്, അല്ലെ? അവിടെ മാത്രമേ നെഗറ്റീവ് ആവേണ്ടതുള്ളൂ. അപ്പോ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാവണം. ഇത് പെരുമ്പാമ്പെന്നെ പഠിപ്പിച്ചു. പെരുമ്പാമ്പിന്റെ ഭക്ഷണ രീതി അങ്ങനെയാണ്. എവിടെയെങ്കിലും കിടക്കും, കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ അതുപോലെ. അങ്ങനെ ആവാൻ സാധിക്കണം എന്നെ പെരുമ്പാമ്പ് പഠിപ്പിച്ചു. സമുദ്രത്തെ പോലെ, സമുദ്രം നിറഞ്ഞു കവിയുകയോ വറ്റി വരളുകയോ ചെയ്യണില്ല. ഇതേപോലെ രണ്ടിലും, സന്തോഷത്തിലും സന്താപത്തിലും ഒരുപോലെ ഇരിക്കണം എന്നെ പഠിപ്പിച്ചത് സമുദ്രമാണ്. ഈയാമ്പാറ്റ, അവിടെ അഗ്നി കാണുമ്പോൾ, വിളക്ക് കാണുമ്പോൾ എന്തോ വിശേഷപ്പെട്ടതാണെന്ന് കരുതി അതിനടുത്തെത്തുന്ന ഈയാമ്പാറ്റ ആ ചിറകുകൾ കരിഞ്ഞ് അതിൽ നശിക്കുന്നത് പോലെ ആവരുത്. കാമിനി കാഞ്ചനകളിൽ ഭ്രമിച്ചു കഴിഞ്ഞാൽ അപകടമാണ് എന്ന് കാണിക്കുന്നു. അപ്പോ ധനം, അർത്ഥം, ഇല്ലേ? നമ്മള് ആദ്യത്തെ ദിവസം കേട്ടതാണ്. പരീക്ഷിത്ത് കലിയെ കൊല്ലാതെ വിട്ടത് സാരഗ്രാഹിയായതുകൊണ്ടാണ്, കലിക്ക് മഹത്തായ ഗുണമുണ്ട് എന്ന് കരുതിയത് കൊണ്ടാണ്. 5 സ്ഥാനങ്ങൾ കലിക്കിരിക്കാനായിട്ട് പരീക്ഷിത്ത് കൽപ്പിച്ചു കൊടുത്തു. അതിൽ
ഒന്നാണ് ധനം അല്ലെങ്കിൽ സ്വർണം എന്ന് പറയുന്നത്. ഇതൊക്കെ അപകടങ്ങൾക്ക് കാരണമാണ് എന്ന് ഈ കലിയുഗത്തിൽ ഓരോ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോ അജഗരത്തെ പോലെ, പെരുമ്പാമ്പിനെ പോലെ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണം. കടലിനെ പോലെ, സമുദ്രത്തെ പോലെ സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണണം. ഇയാമ്പാറ്റയെ പോലെ കാമിനീ കാഞ്ചനങ്ങളിൽ ഭ്രമിക്കരുത്. മധുദൃത്ത് എന്ന് വെച്ചാൽ ആ തേനീച്ച എന്ന് പറയുന്നു. തേനീച്ച എന്താ ചെയ്യണത്? തേനീച്ച പല പൂക്കളിൽ ചെന്ന് അതിനാവശ്യമുള്ള തേൻ കുറച്ച് എടുക്കുന്നു. പൂക്കളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതേപോലെ ലോകത്ത് ശാസ്ത്രങ്ങൾ അനവധിയുണ്ട്. അതിൽ ഭഗവത് സംബന്ധിയായതിനെ നമ്മൾ സ്വീകരിക്കണമെന്ന് തേനീച്ച എന്നെ പഠിപ്പിച്ചു. ആന പിടിയാനയുമായിട്ടുള്ള ആ സ്പർശസുഖം മോഹിച്ച് വാരിക്കുഴിയിൽപ്പെട്ട് പാരതന്ത്ര്യത്തിന്റെ ആ ചങ്ങലക്കെട്ടുകളിൽ പെടുന്നത് പോലെ ആവരുത് എന്ന് ആന എന്നെ പഠിപ്പിച്ചു. മധുഹ തേനെടുക്കുന്ന ആള് അല്ലെങ്കിൽ തേനീച്ച, വണ്ട് എന്നൊക്കെ പറയാറുണ്ട് പല രീതിയിൽ. തേനീച്ച പല ദിക്കിൽ നിന്നും തേൻ സംഭരിച്ച് അത് സൂക്ഷിച്ചു വെച്ച് അവസാനം തേനെടുക്കുന്ന ആള് വന്ന് തേനീച്ചയെ കൊല്ലുന്നു. ഇതേപോലെ അർത്ഥസമ്പാദനം ആവശ്യത്തിലധികമായാൽ അത് അപകടത്തിന് കാരണമാണ് എന്ന് മധുഹ എന്ന ഗുരുനാഥനിലൂടെ ഞാൻ പഠിച്ചു. മാനിലൂടെ ഞാൻ പഠിച്ചത് ശ്രാവ്യം, അത് ഭഗവത് സംബന്ധി അല്ലാത്തതിനെ കേട്ടാൽ അത് അപകടത്തിന് കാരണമാണ്. ഇടയന്റെ ഓടക്കുഴൽ നാദം കേട്ട് ചെവി വട്ടം പിടിച്ചു നിൽക്കുന്ന മീൻ, ആ മാനിനെ വേടൻ അമ്പെയ്ത് പിടിക്കുന്നു. അതേപോലെ ആവരുത്, കേൾക്കേണ്ടതേ കേൾക്കാവൂ. രുചിയുടെ പിന്നാലെ പോയാലുള്ള അപകടം എന്നെ പഠിപ്പിച്ചത് മത്സ്യമാണ്. മത്സ്യം എന്താ പഠിപ്പിക്കണത്? മത്സ്യം ആ ഇരയെ കിട്ടാനുള്ള മോഹത്തിൽ ചൂണ്ടയിൽ കുരുങ്ങുന്നത് പോലെ നമ്മളും രുചിയുടെ പിന്നാലെ പോയാൽ അപകടമാണ് എന്ന് വലിയ സത്യത്തെ പറഞ്ഞു തന്നു. നമ്മൾ എപ്പോഴും എന്താവണം? ആ രുചിയുടെ പിന്നാലെ, നാവിന്റെ പിന്നാലെ, സുഖങ്ങളുടെ പിന്നാലെ പോയാലുള്ള അപകടത്തെ കുറിച്ച് മീൻ എന്നെ പഠിപ്പിച്ചു. പിങ്കള എന്ന വേശ്യാസ്ത്രീ എനിക്ക് പഠിപ്പിച്ചു തന്നത് വലിയൊരു സത്യമാണ്. ആഗ്രഹങ്ങളാണ് ഏറ്റവും വലിയ ദുഃഖം. ആഗ്രഹമില്ലാതിരിക്കലാണ് പരമമായ സുഖം. ആഗ്രഹങ്ങളെ എത്ര കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ നമ്മുടെ ദുഃഖവും അത്ര കുറയും. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കില്ല എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. എന്ത് സാധിച്ചാലും അത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് തിരിച്ചറിയാം. ആഗ്രഹങ്ങളെ ഒതുക്കാനായിട്ട് സാധിക്കുക. പിങ്കള എന്ന വേശ്യാസ്ത്രീക്ക് ഒരുപാട് ധനമുണ്ട്, സൗന്ദര്യമുണ്ട്. അവൾ പുതിയ പുരുഷന്മാരെ മോഹിച്ച് തൻ്റെ അടുത്തേക്ക് വന്നവരെയൊക്കെ പറഞ്ഞയച്ച് അവസാനം ആരുമില്ലാതെ ഒരു അവസരത്തിൽ തൻ്റെ ദാസീദാസന്മാരുടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയിൽ അവൾ ആലോചിച്ചു, എനിക്ക് മാത്രം ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന് കാരണം എന്താണ്? എൻ്റെ ആഗ്രഹങ്ങളാണ് ഇതിന് കാരണം. അതുകൊണ്ട് ഈ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുകയാണ് വേണ്ടത്. എന്റെ ശരീരം തേടി വരുന്ന ഈ പുരുഷന്മാരും, എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും മലീമസമായിരിക്കുന്ന ഒരുപാട് വസ്തുക്കൾ, രക്തം, കഫം, മലം, മൂത്രം തുടങ്ങിയ അതി മലീമസമായിരിക്കുന്ന വസ്തുക്കൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മാംസപിണ്ഡം മാത്രമാണ് എന്റെ ശരീരം. ഇതിൽ രമിക്കുന്ന പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഇത്തരം മലീമസമായ വിസർജ്യങ്ങളിൽ പുളയുന്ന ഈ കൃമികീടങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവരാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന എന്റെ അവസ്ഥ എത്ര മലീമസമാണ്. അങ്ങനെ ചിന്തിച്ചപ്പോ അവളിൽ ആ ഈശ്വര ചൈതന്യം നിറഞ്ഞു. അവൾ ലോകത്തിനോടായി പാടി, ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമം സുഖം. അതുകൊണ്ട് ആ പിങ്കളയും ആ വേശ്യാസ്ത്രീ പോലും എൻ്റെ ഗുരുനാഥയാണ് എന്ന് ആ ദത്താത്രേയൻ പറയുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ കുട്ടി, അതേപോലെ തന്നെ അർഭക, അതേപോലെ കുരരപക്ഷി, ഒരു ചെറിയ അടയ്ക്കാ പക്ഷി. ആ പക്ഷി ഒരു മാംസകഷ്ണം എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയരുന്നു. മറ്റു പക്ഷികളൊക്കെ അതിനെ ആക്രമിക്കുന്നു. അതിന്റെ ചുണ്ടത്തുണ്ടായിരുന്ന മാംസകഷ്ണം താഴെ വീഴുന്നു. പക്ഷികളൊക്കെ അതിനെ ഉപേക്ഷിച്ചു പോകും. നമ്മുടെ കയ്യിൽ ഇത്തരത്തിൽ
എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു തട്ടിപ്പറിച്ചെടുക്കാൻ ലോകത്ത് നമ്മളെ ആക്രമിക്കാൻ പലരും ഉണ്ടാവും. അതുകൊണ്ട് ഒന്നുമില്ലാതിരിക്കലാണ് ഏറ്റവും വലിയ സുഖം എന്നെ പഠിപ്പിച്ചത് ആ ചെറിയ പക്ഷിയാണ്. മാനാപമാനങ്ങൾ ഇല്ലാതിരിക്കണം ജീവിതത്തിൽ സുഖം ആഗ്രഹിക്കുന്നവർ എന്ന് പഠിപ്പിച്ചു തന്നത് ഒരു ചെറിയ കുട്ടിയാണ്. കുട്ടികൾക്ക് മാനാപമാനങ്ങളില്ല, അതുകൊണ്ടാണ് അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നത്. അപ്പൊ കുട്ടിയെ പോലെ മനസ്സുള്ളവരായിരിക്കണം. നമുക്ക് മാനാപമാനങ്ങളുണ്ട്. ഞാനിപ്പോ ഇവിടെ വരുമ്പോ എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ എനിക്ക് വേദനയായി. സത്യത്തിൽ ഇതിലൊന്നും ഒരർത്ഥമില്ല. എന്നെ ബഹുമാനിക്കുമ്പോ എനിക്ക് വലിയ സന്തോഷം. എന്താണ്? നമുക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് മനസ്സിനെ പരുവപ്പെടുത്താൻ സാധിക്കണം. പിന്നെ ഒരു പെൺകുട്ടിയുടെ കയ്യിലെ വളകൾ, ആ വളകൾ എനിക്ക് പഠിപ്പിച്ചു തന്ന എന്താന്ന് വെച്ചാൽ, ഭഗവാനെ ഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഏകാന്തത്തിൽ ഇരുന്ന് ഭഗവാനെ ഭജിക്കണം. കൂട്ടമായി ഭഗവൻ നാമസങ്കീർത്തനം ചെയ്യുന്നതിന്റെ ഫലം വളരെ വലുതാണ് എങ്കിൽ പോലും അങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മൾ കൂട്ടം ചേർന്നിരിക്കുമ്പോൾ, കൂട്ടുകാരുമായി ചേർന്നിരിക്കുമ്പോൾ ഈ ഭഗവത് ഭക്തിയിൽ നിന്ന് വിട്ട് മനസ്സ് ചഞ്ചലപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കണം എന്നൊക്കെ തോന്നുന്നത്. ഇതിൽ മാത്രം മനസ്സുറപ്പിച്ച ഒരാൾക്ക് ലോകത്ത് എന്ത് സംഭവിച്ചാലും അതയാളെ ബാധിക്കില്ല, മനസ്സ് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് അവിടെ ആളുകൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കേണ്ടി വരുന്നത്. ആളുകൾക്ക് ഇതിനേക്കാൾ പ്രധാനം അവിടെ സംസാരിക്കലാണെന്ന് തോന്നലുള്ളത് കൊണ്ടാണ് അവർക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോ മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് എന്താ? ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകളൊക്കെ കാട്ടിലും അല്ലെങ്കിൽ മലമുകളിലൊക്കെ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അല്ലെങ്കിൽ എന്തുണ്ടാവും? മനസ്സിലേക്ക് മറ്റു പലതും കടന്നു വരും. ഇതെന്നെ പഠിപ്പിച്ചത് ആരാണെന്നറിയോ? ഒരു പെൺകുട്ടിയുടെ കയ്യിലെ കുപ്പിവളകളാണ്. ആ വളകൾ ഒരുമിച്ച് നിന്നപ്പോൾ അതിങ്ങനെ കൂട്ടിമുട്ടി ശബ്ദമുണ്ടായി. അപ്പൊ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാവും. നിശബ്ദമായി ഭഗവാനെ ഭജിക്കാൻ സാധിക്കണമെങ്കിൽ ഒറ്റയ്ക്കിരിക്കണം. ആ കയ്യിലെ വളകൾ ഓരോന്നോരോന്ന് അഴിച്ചു വെച്ചപ്പോ രണ്ട് കൈയിലും ഓരോ വളകളായപ്പോ അവിടെ എന്തായി? ശബ്ദം ഇല്ലാതെയായി. അപ്പൊ ശബ്ദമില്ലാതെയാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തീരുമാനിക്കുക വേണം, ഇല്ലേ? നമ്മളെ കൊണ്ട് മറ്റുള്ളവർ സംസാരിപ്പിക്കല്ല, നമ്മൾ സംസാരിക്കുകയാണ്. നമ്മൾ സംസാരിക്കില്ല എന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ തീരുമാനിച്ചാലും പല ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുണ്ട്, ഇല്ലേ? നാമജപത്തിന് മാത്രം ശബ്ദം. അതൊരു സംസ്കാരമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോ നമ്മളും ആ ഒരു തലത്തിലേക്ക് എത്തും. ആവശ്യമില്ലാത്തതൊന്നും പറയുന്നില്ല, നാമം ജപിക്കാൻ മാത്രം. ക്ഷേത്രത്തിൽ വരുമ്പോഴെങ്കിലും ആലോചിച്ച് നോക്കൂ. നമ്മൾ 24 മണിക്കൂറിൽ നിങ്ങൾ 23 മണിക്കൂറും സംസാരിച്ചോളൂ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സംസാരിക്കാതിരിക്കാൻ സാധിക്കുക. മൗനവ്രതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ശക്തമാക്കും. നമ്മളൊക്കെ വപുസ്സിനെ ശക്തമാക്കാനുള്ള പല പ്രവൃത്തികളും ചെയ്യാറുണ്ട്, ജിമ്മിലൊക്കെ പോകും, അല്ലേ? പക്ഷേ മനസ്സിനെ ശക്തമാക്കാൻ മിണ്ടാതിരിക്കാൻ സാധിക്കും. നാമം ജപിക്കുമ്പോഴും നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ തോന്നുന്നു. അതിനെ അടക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പ്രപഞ്ച സൃഷ്ടാവ് അതുകൊണ്ടാണ് അതിനെ 32 കാവക്കാരുടെ ഉള്ളിൽ ഗോപുരത്തിനുള്ളിലൊക്കെ ആക്കി അടച്ചു വെച്ചത്. എന്നാലും നമ്മൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് എടുക്കുന്നു. അതെടുക്കുന്നത് നാമസങ്കീർത്തനത്തിന് വേണ്ടി മാത്രമാവണം. ഇത് പതുക്കെ സാധിക്കുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഇപ്പൊ കേൾക്കുമ്പോ നിങ്ങൾക്കും പറയുന്ന എനിക്കൊക്കെ തോന്നും ഇനി ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. പക്ഷേ ഈ പ്രഭാഷണം കഴിഞ്ഞ് അപ്പുറത്തേക്ക് മാറിയാൽ ഞാനും സംസാരിച്ചു കൊടുക്കും, നിങ്ങളും സംസാരിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ സ്വഭാവം. നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണില്ല. ഈ വലിയ മഹാരഥന്മാര്, ഭക്തോത്തമന്മാരൊക്കെ അവരൊക്കെ അങ്ങനെയാണ്. അവരെന്തേ ചെയ്യുള്ളൂ? നാമം ജപിക്കുള്ളൂ. നമ്മൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞു തുടങ്ങിയാൽ അവർ നാമം ജപിച്ച് നമ്മളെ ആ നാമത്തിന്റെ ശക്തിയിൽ അവിടെ അടക്കിയിരുത്തും. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ആ രീതിയിലാണ്. കുമാരി, ആ പെൺകുട്ടിയുടെ കയ്യിലെ വളകൾ. പിന്നെ അടുത്തതായി ശരങ്ങൾ, ആയുധം ഉണ്ടാക്കുന്ന ആള്. ശ്രദ്ധയെ കുറിച്ച് പറയുക. ആയുധം ഉണ്ടാക്കുന്ന ആൾ ആയുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ ഒരു ഘോഷയാത്ര അതിലൂടെ കടന്നുപോയി. പക്ഷെ അയാൾ അത് അറിഞ്ഞില്ല. കാരണം എന്തായിരുന്നു? ഇതിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതിൽ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളും അത് ഇങ്ങനെ ഇരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
എനിക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ. മറിച്ച് എനിക്ക് മറ്റു പലതിൽ 1 മണിക്ക് നിർത്തണം എന്നുള്ള ശ്രദ്ധയായതുകൊണ്ട് എന്താ ഇടയ്ക്ക് വാച്ച് നോക്കാതിരിക്കാൻ നിർത്തിയില്ല. അപ്പൊ ഈ ശ്രദ്ധ വേണം എന്നെ പഠിപ്പിച്ചത് ഈ ആയുധം ഉണ്ടാക്കുന്ന ആളാണ്. പിന്നെ സർപ്പം ഈ ഗൃഹാരംഭം വലിയ ദുഃഖമാണ് എന്നെ പഠിപ്പിച്ചത് സർപ്പമാണ്. അതില്ലെങ്കിലോ സുഖമാണ്. നമുക്കൊക്കെ അനുഭവമാണ് ജീവിതത്തിൽ. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ പരമമായ ലക്ഷ്യം എന്നുള്ളത് വീട് പണിയാണ്, അല്ലെ? സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാണ്. വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു ഈ കെട്ടിടമൊക്കെ ഉണ്ടാക്കുന്ന ഒരാള് പറയുണ്ടായി, വിഡ്ഢികൾ വീട് നിർമ്മിക്കുന്നു, ബുദ്ധിമാന്മാർ വാടക വീട്ടിൽ കഴിയുന്നു. നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തതും പിന്നെ കടം വാങ്ങിയതുമായിട്ടുള്ള സംഖ്യയൊക്കെ വെച്ച് വലിയൊരു വീടുണ്ടാക്കും. ഈ വീടിന് വാങ്ങിയ കടത്തെക്കുറിച്ച് ആലോചിച്ച് പുതിയതായി ഉണ്ടാക്കിയ ഏറ്റവും വളരെ വിശേഷമായിട്ട് വീടിനകത്ത് ഉറക്കമില്ലാതെ അവിടെ കിടക്കേണ്ടി വരും. അത് പഠിപ്പിച്ചത് സർപ്പമാണെന്നാണ്. സർപ്പം ഏതെങ്കിലും ഒരു മാളത്തിൽ കഴിയണോ, ഇതേപോലെ ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക. നേരത്തെ പറഞ്ഞൊരു ആ പെരുമ്പാമ്പിനെ പോലെ സർപ്പത്തെയും ഇവിടെ ഉദാഹരിച്ചു. പിന്നെ ഉർണനാഭി സുപേഷകൾ 2 പേരെ കാണിച്ചു. ഒന്ന് 8 കാലിയെ ഗുരുവായിട്ട് കാണുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. നമുക്കൊന്ന് 8 കാലിയെ കാണുമ്പോൾ ഗുരുവായിട്ടല്ല തോന്നാറ്. നമുക്ക് ചൂലെടുത്തുകൊണ്ട് വന്ന് അടിക്കാനോ അല്ലെങ്കിൽ എന്താ 2020 ടിക്20 എന്തെങ്കിലുമൊക്കെ അടിക്കാനൊക്കെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇദ്ദേഹത്തിന് തോന്നിയത് എന്താ? ഇദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹം ആ 8 കാലിയിൽ ഈശ്വരനെ കണ്ടു. ഈശ്വരൻ തൻ്റെ ഉള്ളിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, ആ പ്രപഞ്ചത്തെ തൻ്റെ ഉള്ളിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. ഇതേപോലെ 8 കാലി തൻ്റെ ഉള്ളിലുള്ള ഒരു പശ കൊണ്ട് വല നെയ്യണു, ആ വലയിൽ കൊടുക്കുന്നതിനെ സ്വീകരിക്കണു, അവസാനം ആ വല തൻ്റെ ഉള്ളിലേക്ക് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. 8 കാലിയെ കണ്ടപ്പോൾ അത് തോന്നി. അതേപോലെ തന്നെ അടുത്തതായി പറഞ്ഞു സുപേഷകൾ, വേട്ടാളൻ എന്നാണ് വേദാന്തികളൊക്കെ പറയുന്ന ഉദാഹരണമാണ്. വേട്ടാളൻ ഒരു പുഴുവിനെ അവിടെ തൻ്റെ കൊമ്പ് കൊണ്ട് കുത്തി പേടിപ്പിച്ച് ആ പുഴുവിനെ മണ്ണുകൊണ്ടുള്ള കൂടിനകത്ത് അടച്ച് വേട്ടാളൻ പറന്നു പോകുന്നു. അകത്തിരിക്കുന്ന പുഴു വേട്ടാളനെ തന്നെ വിചാരിച്ച് വേട്ടാളനായി മാറുന്നു. ഇതേപോലെ ഈശ്വരനെ ചിന്തിച്ചാൽ നമ്മളിലും ആ ഈശ്വരീയത കടന്നു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? പല ആചാര്യന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്ന് തൊഴുതാൽ കൊള്ളാം എന്ന് തോന്നും. കാരണം എന്തുകൊണ്ടാ? അവരുടെ മനസ്സിൽ സാത്വികമായ ഭാവം കൂടുതൽ വരും. ഈശ്വരനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വേട്ടാളനും എൻ്റെ ഗുരുവാണ്. ഇങ്ങനെയുള്ള 24 ഗുരുക്കന്മാർ. ഏതേനെ ഗുരവോരാജൻ ചതുർവിംശതിരാശ്രിത. ചിലത് അങ്ങനെ ആവണമെന്നും മറ്റു ചിലത് അങ്ങനെ ആവരുത് എന്നും എന്നെ പഠിപ്പിച്ചതാണ്. പിന്നെ ഈ ദേഹവും എൻ്റെ ഗുരുനാഥനാണ് എന്ന് പറയുകയാണ്. കാരണം എന്താ? ഈ ദേഹം രോഗങ്ങളുടെ ആവാസസ്ഥാനമാണ്. സത്യത്തിൽ നശിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിരക്തി വരും. ഏത് വസ്തുവും നശിക്കുന്നതാണെന്ന് തോന്നൽ വന്നാൽ നമുക്ക് വിരക്തി വരും. നശിക്കുന്നില്ല എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് അതിനോട് ആസക്തി വരുന്നത്. ഈ ലോകത്തെ ഭൗതികത മുഴുവൻ അങ്ങനെയാണ്. അപ്പൊ ഈ ആസക്തി ഭഗവാനിലേക്കാക്കി തിരിച്ചു വെക്കാൻ ദേഹവും ഒരു കാരണമാണ് എന്നുള്ളത് കൊണ്ട് 25ാമത്തെ ഗുരു ദേഹമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ദേഹവും എൻ്റെ ഗുരുനാഥനാണ്. ഭഗവാനിലുള്ള ആസക്തിയാണ് ഭക്തി എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. അപ്പൊ എന്ത് വേണം? മറ്റുള്ളതിൽ വിരക്തിയും ഭഗവാനിൽ ആസക്തിയും ഉണ്ടാവണം. എളുപ്പമല്ല, വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ നമ്മുടേത് എന്ന് കരുതുന്ന ദേഹത്തിലും ബന്ധുമിത്രാദികളിലും ഒക്കെ വലിയ ആസക്തിയും പലപ്പോഴും ഭഗവാനിൽ വിരക്തിയും ഉണ്ടാകും. പക്ഷേ ഞാൻ എന്നുള്ളത് ആ ഭഗവാനാണ് എന്ന് ഉപബോധ മനസ്സ്, അത് ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും ഒക്കെ അറിയാതെയെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് കാണിക്കുന്നത് ആ ഹൃദയത്തെയാണ്. ആ ഹൃദയ ശ്രീകോവിലിൽ മിന്നി തിളങ്ങുന്ന ഈശ്വരനെയാണ്. നമുക്ക് ഒരുപാട് അവയവങ്ങളുണ്ട്. കയ്യ്, കാല്, തല,
പക്ഷെ അവിടെ നിന്നും നമ്മൾ തൊട്ട് ഞാൻ എന്ന് പറയാറില്ല. ഞാൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് തൊടാറ്? അതാണ് ഗുരുവായൂര് എന്ന് വിഖ്യാതനായ ഒരു ഭാഗവതാചാര്യൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരുവായ വായു ഇരിക്കുന്ന ഊര് ഗുരുവായൂർ, ശ്രേഷ്ഠമായ വായു ഇരിക്കുന്ന സ്ഥലം ഹൃദയം. ആ ഗുരുവായൂരിന്റെ ഈശ്വരൻ ഗുരുവായൂരപ്പൻ. അതുകൊണ്ടാണ് നമുക്ക് അകക്കണ്ണ് ഒന്ന് അടയ്ക്കാൻ സാധിച്ചാൽ, ആ അകക്കണ്ണ് ഒന്ന് തുറക്കാൻ സാധിച്ചാൽ, മാംസചക്ഷുകൾ അടയ്ക്കാൻ സാധിച്ചാൽ, അകക്കണ്ണ് തുറക്കാൻ സാധിച്ചാൽ ആ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുന്നത്. ഗുരുവായൂരിലേക്കുള്ള വഴി ചോദിച്ചു നിൽക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട അമ്പരന്നു ഞാൻ എന്ന് മഹാകവി കുഞ്ഞിരാമൻ നായർ പാടിയതും ഈ ഒരു ചിന്തയിലൂടെയാണ്. അപ്പൊ ഇങ്ങനെ 25 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ദത്താത്രേയൻ. അതിലൂടെ യദു മഹാരാജാവ് സർവസംഘ പരിത്യാഗം ചെയ്ത് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചു. ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വിവേകം ഉണ്ടാവുക, മനസ്സ് ശാന്തമാവുക, മനസ്സിനെ അചഞ്ചലമാക്കി കൊണ്ടുവരാൻ സാധിക്കുക. ഇതാണ് മനോനിയന്ത്രണമാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിവേകം വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ആ നിവൃത്തിപരമായ കർമ്മങ്ങളെ ചെയ്ത് തീവ്ര വൈരാഗ്യം നേടിക്കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ടും ഉപാസന കൊണ്ടും ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ സമീപിച്ച് ആ ഗുരുവുമായി തൻ്റെ സംശയങ്ങളെ ദൂരീകരിക്കാനുള്ള സംഭാഷണങ്ങൾ നടത്തുക. അങ്ങനെ ആ ഗുരു ശിഷ്യ സംവാദം ഏതുപോലെയാണ്? അരണിമഥനം പോലെയാണെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് അരണിമഥനം ചെയ്താൽ അഗ്നി ഉണ്ടാവും. ഗുരു ശിഷ്യ സംവാദത്തിലൂടെ ജ്ഞാനാഗ്നി ഉണ്ടാവും. ആ ജ്ഞാനാഗ്നി സർവ കർമ്മങ്ങളെയും ഭസ്മമാക്കുകയും ചെയ്യും. ഇനി കർമ്മയോഗത്തെ കുറിച്ച് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഉദ്ധവൻ ചോദിച്ചു, ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ എന്ന് ചോദിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ ആഹാരം കൊണ്ടോ ഒന്നും ഇത് വേണ്ട പോലെ തിരിച്ചറിയാൻ സാധിക്കില്ല. എങ്കിലും ഇത് തിരിച്ചറിയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ? എളുപ്പത്തിൽ ആചാര്യന്മാർ പറയാറുണ്ട്, ഒരു ഉപമ പറയാറുണ്ട്. ബദ്ധൻ എന്ന് പറഞ്ഞാൽ പച്ചത്തേങ്ങ പോലെയും മുക്തൻ എന്ന് പറഞ്ഞാൽ കൊട്ടത്തേങ്ങ പോലെയും. ചിരട്ടയുമായി ബന്ധമില്ലാതിരിക്കുന്നു കൊട്ടത്തേങ്ങ, അല്ലേ? ചിരട്ടയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പക്ഷെ ചിരട്ടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ആ ഉള്ളിലുള്ള നാളികേരത്തെ ബാധിക്കില്ല. ഇതേപോലെ ഈ ലോകത്തിരിക്കുമ്പോഴും നമുക്ക് പ്രാരബ്ധമനുസരിച്ച് ഒരു ജന്മം കിട്ടിയാൽ, ഒരു ദേഹം കിട്ടിയാൽ, നേരത്തെ പറഞ്ഞല്ലോ ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ലാന്ന്. ഇങ്ങനെ ഒരു ജന്മം കിട്ടി, ഇനി ഇതങ്ങോട്ട് നശിപ്പിച്ചു കളയല്ല വേണ്ടത്, മറിച്ച് അതിനെ ഈശ്വര സേവയ്ക്കും സമാജ സേവയ്ക്കും ഒക്കെ യോജിക്കുന്ന തരത്തിൽ കൊണ്ടുപോകുക. എന്നാൽ ഈ പ്രപഞ്ചവുമായി ഒന്നും ബന്ധമില്ലാതിരിക്കുക, ഒട്ടിച്ചേരൽ ഇല്ലാതിരിക്കുക. പക്ഷെ പച്ചത്തേങ്ങയുടെ അവസ്ഥ എന്താ? അതിന് ചിരട്ടയിലുണ്ടാകുന്ന ഓരോ തട്ടും പച്ചത്തേങ്ങയെ ബാധിക്കും. ഇതാണ് മുക്തനും ബദ്ധനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു, ഇതിന് എന്ത് വേണം? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോഴേ ഇതിലേക്കൊക്കെ എത്താൻ സാധിക്കുള്ളൂ. കുറേ ജപിക്കുമ്പോൾ, കുറേ കേൾക്കുമ്പോൾ. ഇപ്പൊ നമുക്കൊക്കെ വലിയ ഭാഗ്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ വിരൽത്തുമ്പിൽ എത്രയോ മഹാന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. എത്രയോ നാമസങ്കീർത്തനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. പണ്ട് കാലത്തൊക്കെ നമ്മൾ ജപിച്ചിരുന്നു, നമുക്ക് ജപിക്കാൻ ഇനി എന്തെങ്കിലും വയ്യായി വന്നാലും നമുക്ക് നിവൃത്തിയില്ല. ഇപ്പൊ അങ്ങനെയല്ല. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ എത്രയോ കേൾക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ആധുനിക ലോകത്ത് മൊബൈൽ കയ്യിലില്ലാത്ത ആരുമില്ല. എപ്പോഴും കയ്യിൽ മൊബൈലുണ്ട്. അതിന്റെ റിംഗ് ടോൺ ഭഗവാന്റെ ഒരു നാമസങ്കീർത്തനാക്കിയാലോ വിളിക്കുമ്പോൾ ഭഗവാന്റെ നാമം കേൾക്കാൻ സാധിക്കും. അതിന്റെ ആ മുമ്പില് വരുന്ന ചിത്രം അത് ഭഗവാന്റെ ആണെങ്കിൽ ഒരു സ്മരണ നമുക്കുണ്ടാവും അത് കാണുമ്പോൾ തന്നെ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഇത്തരം സത്സംഗങ്ങളെ, സജ്ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തെയൊക്കെ പരമാവധി ഉപയോഗിക്കാൻ സാധിക്കണം. സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്കത് ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു വിളക്ക് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്താണെങ്കിൽ ഇപ്പോൾ ഒരു വിളക്ക് കൊളുത്തണമെന്നുണ്ടെങ്കിൽ അരണി മഥനം ചെയ്തിട്ട് വേണം. ഇപ്പൊ അങ്ങനെ വേണ്ട.
ആ വിളക്കിൽ നിന്ന് നമുക്ക് ആ ജ്വാല സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിലൂടെ, ആ സത്സംഗത്തിലൂടെ നമുക്ക് കീർത്തനാദികളൊക്കെ വളരെ പെട്ടെന്ന് അനുഭവിക്കാനും ആസ്വദിക്കാനും അതിലേക്ക് അലിയാനും ഒക്കെ സാധിക്കും എന്ന് പറയും. എന്നിട്ട് പറഞ്ഞു, ആരാണ് ഈ സജ്ജനം എന്നുള്ള ചോദ്യം അടുത്തതുണ്ടായി. അപ്പൊ പറഞ്ഞു, എല്ലാവരിലും ഈശ്വരനെ കാണുന്ന, മനസാ വാച കർമ്മണ ആരെയും ദ്രോഹിക്കാത്ത, ആരെന്ത് ചെയ്താലും തിരിച്ച് അങ്ങോട്ട് പ്രതിക്രിയ ചെയ്യാത്ത, തിതിക്ഷ എന്ന ഭാവത്തിൽ നിൽക്കുന്ന, സത്യം മാത്രം പറയുന്ന, ധർമാനുസാരിയായി ജീവിക്കുന്ന, ശ്രവണ കീർത്തനങ്ങളെ നിരന്തരം ചെയ്യുന്ന നിരവധി നിരവധി ഗുണങ്ങളുണ്ട് സജ്ജനങ്ങൾക്ക്. അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊടുത്തു. യോഗം, സാഖ്യം, തപസ് തുടങ്ങിയ സാധനാനുഷ്ഠാനങ്ങളെക്കാളൊക്കെ മുകളിലാണ് സത്സംഗം എന്ന് ഭഗവാൻ പറയുന്നു. സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം. ഉദ്ധവ, അങ്ങ് ആ ഗോപികമാരുടെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചില്ലേ? വന്ദേ നന്ദപ്രദസ്ത്രീണാം പാദരേണും അഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം എന്ന് പറഞ്ഞില്ലേ? ആ ഗോപികമാർക്ക് എന്താ ഉണ്ടായിരുന്നത്? ഉന്നത കുലത്തിൽ ജന്മമില്ല, അവര് വേദങ്ങൾ പഠിച്ചിട്ടില്ല, അവർക്ക് പാണ്ഡിത്യമില്ല. പക്ഷേ അവർക്ക് സജ്ജന സംസർഗം ഉണ്ടായി. എങ്ങനെ? എന്നിലൂടെ. കേവലം കാമാസക്തിയോടുകൂടി എന്നെ മോഹിച്ച അവരിലൊക്കെ തന്നെ ആ പ്രേമഭാവം വന്നതോടുകൂടി. എന്താണ് പ്രേമം? നിഷ്കാമമായ ഭക്തി, നിഷ്കാമമായ സ്നേഹം, അത് അവർക്കുണ്ടായി. അതുകൊണ്ടാണ് അവര് രാസലീലയിൽ എന്നെ ആ കാണാതായപ്പോ വിരഹം കൊണ്ട് കണ്ണീർ തുള്ളികൾ ഒലിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മ. അവർക്ക് ആദ്യം യശോദാപുത്രൻ മാത്രമായിരുന്ന ഞാൻ പിന്നീട് സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമാണ്, പരമാത്മ ചൈതന്യമാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ഞാനുമായിട്ടുള്ള സംസർഗമുണ്ട്. അത് പക്ഷികൾ, മൃഗങ്ങൾ എന്ന് വേണ്ട മഹാപാപികൾ പോലും സത്സംഗം കൊണ്ട് എന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗോപികൾക്ക് യോഗീ ദുർലഭമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചത് ഈ സംസർഗം കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പൊ ജീവന്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലത് സത്സംഗമാണ് ഉദ്ധവ എന്ന് പറഞ്ഞു. അപ്പോ പുണ്യപാപങ്ങൾ, വിധി നിഷേധങ്ങൾ ഇതൊക്കെ എന്റെ ഭജനത്തിന് തടസ്സമാവാത്ത രീതിയിൽ ഉപയോഗിക്കൂ എന്നാണ്. ഭഗവത് ഭജനമായിരിക്കണം പരമപ്രധാനം. അതിന് തടസ്സമാകുന്നതിനെ മുഴുവൻ തട്ടിക്കളത്തോളൂ. അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണം എന്നുള്ളത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. പക്ഷേ പ്രഹ്ലാദൻ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല. കാരണം എന്താ? അച്ഛൻ പറഞ്ഞത് ഭഗവത് ഭജനത്തിന് വിരോധമായിട്ടുള്ളതാണ്, അതുകൊണ്ട് കേട്ടില്ല. അപ്പൊ ഓരോ കഥകളിൽ നമുക്ക് സ്വീകരിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭഗവാനെ ഭജിക്കാൻ പറഞ്ഞ തന്നോട് വളരെ മ്ലേച്ഛമായ ഭാഷയിലും ഭാവത്തിലുമാണ് സുരുചി എന്ന ചെറിയമ്മ പറഞ്ഞത് ധ്രുവന്റെ അടുത്ത്. പക്ഷേ ആ ചെറിയമ്മ പറഞ്ഞതിൽ ഭഗവത് ഭജനത്തിന് കാരണമായിട്ടുള്ള ആ അംശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു അമ്മയിലൂടെ. അതുകൊണ്ട് ധ്രുവൻ ആ വാക്ക് കേട്ടു. ചീത്ത പറഞ്ഞു എന്നല്ല തോന്നിയത്, സുനീതി പറഞ്ഞു കൊടുത്തു, നല്ലതാണ് പറഞ്ഞത്. തപസാരാധയധരിം എന്നാണ്. തപസ് കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് അത് നല്ലതായി. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു, നാമസങ്കീർത്തനം, സത്സംഗം ഇതൊക്കെ വന്നാൽ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. കർമ്മങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മങ്ങൾ പരമപദപ്രാപ്തിയിലേക്ക് എത്താനുള്ള ഒരു വഴിയാണെന്ന് തിരിച്ചറിയണം. എപ്പോഴും കർമ്മം ചെയ്തിരിക്കുകയല്ല വേണ്ടത്, ആ കർമ്മം ചെയ്ത് 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 കർമ്മത്തിൽ നിന്ന് മോചനം ഉണ്ടാവണം. ഒരു വള്ളിയിൽ ആദ്യം എന്താ ഉണ്ടാവുക? ആ ഇലയുണ്ടാവും, പൂവുണ്ടാവും, പിന്നെ കായുണ്ടാവും. ആ പൂവ് പറിച്ചു കളഞ്ഞാൽ കായ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്ത് വേണം? കായ ഉണ്ടായി കഴിഞ്ഞാൽ പൂവ് സ്വാഭാവികമായി കൊഴിഞ്ഞു പോയിക്കോളും. കർമ്മം ഈ പൂവ് പോലെയാണ്, പരമമായ ഭക്തി ഈ കായ പോലെയാണ്. ഭക്തി ഉണ്ടാവുമ്പോൾ കർമ്മങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് ആദ്യം കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. പതിയെ പതിയെ, ഏതുപോലെ രോഗം വന്നാൽ മരുന്ന് കഴിക്കുന്നത് പോലെ, രോഗം മാറിയാൽ പിന്നെ മരുന്ന് ആവശ്യമില്ല. ഇതേപോലെ ആ ഭഗവത് ഭക്തിയുടെ തലത്തിലേക്ക് എത്തുന്ന ഒരാൾക്ക്
അതുകൊണ്ട് ഭക്തോത്തമന്മാരായിട്ടുള്ള ആളുകളിൽ വിധി നിഷേധങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിനെ അനുകരിക്കരുത്. അവരുടെ വാക്കുകളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവരുടെ പ്രവൃത്തികളെ അനുകരിക്കാൻ പുറപ്പെട്ടാൽ അപകടം ഉണ്ടാവും. ഭാഗവതത്തിൽ തന്നെ രാസലീലയില് പറയുന്നുണ്ട്, സാക്ഷാൽ മഹാദേവൻ കാളകൂട വിഷം കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കാൻ പുറപ്പെട്ടാൽ അപകടമാണ്. മറിച്ച് ആ ഭഗവാന്റെ വാക്കുകൾ, രുദ്രഗീതം പോലുള്ള ഭഗവത് സ്തുതികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഭഗവാനിലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നു. അടുത്തതായിട്ട് ചോദിച്ചു, ഏകാഗ്രത കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ത്രിഗുണങ്ങളെ ജയിക്കണം. മനുഷ്യനിൽ 3 തരത്തിലുള്ള ഗുണങ്ങളാണ് പൊതുവിലുള്ളത്: തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അപ്പൊ ഈ സത്വഗുണത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ഭാഷ, നമ്മുടെ ആഹാര രീതികൾ, നമ്മുടെ പെരുമാറ്റം, അതൊക്കെ ആ സാത്വികമായ തലത്തിലേക്ക് എത്തിക്കണം. അതിലൂടെയാണ് നമുക്ക് ദേഹാഭിമാനത്തെയൊക്കെ ഇല്ലാതെയാക്കാൻ സാധിക്കുള്ളൂ. ശാസ്ത്രജ്ഞാനം ഉണ്ടായാലും ആത്മജ്ഞാനമില്ലെങ്കിൽ ദേഹാഭിമാനം നശിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പൊ ദേഹാദികളിൽ അഭിമാനം കൂടുന്തോറും കാമക്രോധാദികൾ വർദ്ധിക്കും. അതിൽ അഭിമാനം കുറഞ്ഞാൽ, നമുക്ക് പലതരത്തിലുള്ള അഭിമാനങ്ങളുണ്ട് അല്ലേ? അധികാരത്തിന്റെ, ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ച ആളാണ്, എനിക്ക് ഇന്ന കഴിവുകളുണ്ട് എന്നൊക്കെയുള്ള തോന്നൽ വരുമ്പോൾ അഹങ്കാരം തലപൊക്കാൻ സാധ്യതയുണ്ട്. അഹങ്കാരമാകുന്ന സർപ്പം ആ ദർഭഭണങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ എന്തു പറയണം? സർപ്പശായിയായ ഭഗവാനോട്, ആ കാളിയമർദ്ദന സ്വരൂപനോട് നമ്മൾ പ്രാർത്ഥിക്കണം, ഭഗവാനെ ആ കുഞ്ഞു തൃക്കാലടി എൻ്റെ ശിരസിലൊന്ന് വെക്കണം. അപ്പോഴാണ് ഈ അഹങ്കാരം കൊണ്ടുള്ള തലപ്പൊക്കം ഇല്ലാതെയാവുള്ളൂ. അഹങ്കാരത്തിന്റെ പാമ്പ് തലപൊക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം, അപ്പോഴേ സാധിക്കുള്ളൂ. അപ്പൊ ആ പാമ്പിന് അനക്കണ്ടോ നോക്കിക്കൊണ്ടിരിക്കണം എന്നാണ് തമാശയായിട്ട് പറയാറുള്ളത്. ഏറ്റവും വലിയ പാമ്പിന്റെ പേര് തന്നെ അതാണ് അല്ലേ? അനക്കൊണ്ട എന്നാണ് ഏറ്റവും വലിയ പാമ്പിന്റെ പേര്. അനക്കൊണ്ടയ്ക്ക് അനക്കണ്ടോ നോക്കണം. അനക്കണ്ടായാൽ ഭഗവാനോട് പ്രാർത്ഥിക്കണം. എപ്പോ വേണമെങ്കിലും അഹങ്കാരം വരാൻ വലിയ എളുപ്പമാണ്. നമ്മളെ കുറിച്ചൊക്കെ ഇങ്ങനെ നല്ലത് ഇങ്ങനെ കുറേ ആളുകൾ പറഞ്ഞാൽ നമുക്ക് തോന്നും ഞാൻ വലിയ ആളാണെന്ന് തോന്നും. ഓരോ ഉയരം ചെല്ലും തോറും വീഴ്ചയുടെ ആഘാതം വർദ്ധിക്കും. ഓരോ പടികൾ കയറുന്ന നേരത്ത് താഴ്ചയേറുന്നതും ഓർമ്മ വരണം. ഇത് നമ്മുടെ ഉയരമല്ല, ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാവണം. അപ്പൊ ഭക്തി ജ്ഞാന യോഗങ്ങളുടെ രഹസ്യം മനസ്സിലെ വിഷയങ്ങളെയൊക്കെ നശിച്ച് ചിത്തവൃത്തികൾ ഭഗവാനിലേക്ക് ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നല്ലത് ചീത്ത എന്ന വ്യത്യാസം ഉണ്ടാവും. അതിൽ നല്ലതിനെ സ്വീകരിച്ച് അവസാനം രണ്ടും ഒന്ന് തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തും. അതിനാണ് ഹംസമായിട്ട് ഭഗവാൻ അവതരിച്ച രംഗം ഒന്ന് വർണ്ണിച്ചത്. ഹംസത്തിന്റെ പ്രത്യേകത എന്താ? അത് ക്ഷീരനീര വിവേകിയാണ്. നല്ലതും ചീത്തയും, ക്ഷീരം നല്ലതായും നീരത്തെ, ആ വെള്ളത്തെ ചീത്തയായിട്ടും സങ്കല്പിച്ചു പറഞ്ഞാൽ അത് രണ്ടും ചേർത്ത് വെച്ചാൽ അതിൽ ക്ഷീരത്തെ മാത്രം സ്വീകരിക്കുന്നു ഹംസം. ഇതേപോലെ നമ്മളും ക്ഷീരത്തെ സ്വീകരിക്കുന്നവരാണ് അല്ലെ? ക്ഷീരമുള്ളൊരു അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം. ആ കൊതുകിന്റെ കൗതുകമായിട്ട് നമ്മുടെ ജീവിതം മാറരുത്. ശരിയുടെ പിന്നാലെ പോണം, ഹരിയുടെ പിന്നാലെ പോണം. തെറ്റുകൾ പറയാൻ നമുക്ക് എളുപ്പമാണ്. തെറ്റ് എന്നുള്ളത് മനുഷ്യ സഹജമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മറക്കാനും പൊറുക്കാനും സാധിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അപ്പോ സത്യത്തിൽ ശരീരമോ മനസ്സോ ഇന്ദ്രിയങ്ങളോ അല്ല ഞാൻ എന്ന ബോധം അനുഭവപ്പെടണം. അത് കേവലം കുറേ ഗ്രന്ഥങ്ങൾ പഠിച്ചത് കൊണ്ടൊന്നും ആവില്ല എന്ന് മനസ്സിലാക്കുക. മനസ്സാണ് പ്രപഞ്ചത്തിന്റെ നാനാത്വത്തിന് കാരണം എന്ന് തിരിച്ചറിയാം. ഒരേ ഒരു വസ്തുവിനെ തന്നെ നമ്മൾ പലതായിട്ട് പറയുന്നു. സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തു, അത് കഴുത്തിലണിയുമ്പോൾ നമുക്കത് മാലയാണ്, അത് അരയിലാവുമ്പോൾ അരഞ്ഞാണം, കാലിലാവുമ്പോൾ പാദസ്വരം, കണ്ണികളിലാവുമ്പോൾ വള, ഇങ്ങനെ പല പല പേരുകൾ പറയാറുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് നമുക്കറിയാം അത് സ്വർണമാണ്. ഇതേപോലെ ഈ ലോകം മുഴുവൻ ഈശ്വരനാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. അവിടെ ചോദിച്ചു മോക്ഷത്തിന് ഏതാണ് ഏറ്റവും നല്ല വഴി എന്ന് ചോദിച്ചു. പറഞ്ഞ എല്ലാ വഴികളും നല്ലതാണ്,
എല്ലാവരും വേദത്തിന് പ്രാമാണ്യം കൽപ്പിക്കുന്നുണ്ട്. യോഗം, സാഖ്യം, തപസ്, ദാനം, വ്രതം ഇതൊക്കെയാണ് ശ്രേഷ്ഠം എന്ന് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഭഗവാനെ അവിടുന്ന് പറയുന്നു ഭക്തിയാണ് എന്ന്. അപ്പൊ ഞാൻ ഏതാ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു എല്ലാം ഒന്ന് തന്നെയാണ്. എന്നാൽ ആദിമധ്യാന്തം ആനന്ദകരം എന്നുള്ളത് ഭക്തിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. പല മതങ്ങളും ഉണ്ടായതിന് കാരണം ഒരേ വസ്തുവിനെ തന്നെ പലരും അവരവരുടെ അറിവനുസരിച്ച് വ്യാഖ്യാനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഹിന്ദു മതമല്ലെന്നും ഹിന്ദു സംസ്കാരമാണെന്ന് പറയുന്നത്. മറ്റുള്ളതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളിൽ നിന്നുണ്ടായതാണ് സെമിറ്റിക് മതങ്ങൾ. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു പല രൂപത്തിൽ വ്യാഖ്യാനിച്ചു. അപ്പൊ എന്തുണ്ടായി? ആ ആചാര്യന്മാര് പറയുന്നത് മാത്രം ശരി എന്ന് കണക്കാക്കി. അഭിപ്രായം എന്താണെന്ന് തിരിച്ചറിയാതെ അത് പറഞ്ഞവരെ മാത്രം നമ്മള് ആ പ്രാധാന്യം കൊടുത്ത് കണ്ടു തുടങ്ങിയപ്പോ പല മതങ്ങളുണ്ടായി. അതുകൊണ്ട് ഉദ്ധവ അതൊന്നും ശ്രദ്ധിക്കേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടം ഭക്തിയാണ്. ഞാൻ ഭക്തദാസൻ കൂടിയാണ്. അഹം, ഞാൻ എന്നും ആ ഭക്തനെ അനുവ്രജാമ്യഹം നിത്യം, എപ്പോഴും അനുയാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് പലപ്പോഴും ഭഗവാൻ ഒപ്പുണ്ട് എന്ന് തോന്നാറില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിച്ച് നമ്മൾ രക്ഷപ്പെട്ടാ പറയും ഭഗവാൻ രക്ഷിച്ചു എന്നൊക്കെ പറയാറുണ്ട്. 50 കൊല്ലം കാർ ഓടിച്ചു ഒരാൾ, 51ാമത്തെ കൊല്ലത്തിലാണ് അയാളുടെ വണ്ടി ഒന്ന് ഇടിച്ചത്. വണ്ടി തവിടുപൊടിയായി. അയാൾ പറഞ്ഞു ഭഗവാൻ എന്നെ രക്ഷിച്ചു. അത് ഭഗവാൻ രക്ഷിച്ചത് തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഈ 50 കൊല്ലവും വണ്ടി ഇടിക്കാതെ കൊണ്ട് നടന്നത് ഭഗവാനാണ് എന്ന് ബോധ്യം നമുക്കുണ്ടാവുന്നില്ല. പലപ്പോഴും അതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ പറഞ്ഞു ഞാൻ ഭക്ത ദാസനാണ് എന്ന് പറഞ്ഞു. ശാന്തനായ, അകിഞ്ചനായ, സമചിത്തനായ ഭക്തനെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഭക്തോത്തമന്മാരിൽ ഉദ്ധവ അങ്ങ് പ്രഥമഗണനീയനാണ് എന്നും അവിടെ പറഞ്ഞു. അതിനുള്ള വഴിയാണ് നാമസങ്കീർത്തനം, സ്വരൂപധ്യാനം, കഥാശ്രവണം. ആ ഭക്തി അത് ഉണ്ടാകുമ്പോൾ നമ്മളെ മറക്കും. പ്രഹ്ലാദന്റെ കഥയിലൊക്കെ പറയുന്നത് ക്വചിത് രുതതി ക്വചിത് ഹസതി, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരയും. അത് സ്വാഭാവികമായിട്ട് വരണം. ഞാൻ ഭക്തനാണെന്ന് കാണിക്കാൻ വേണ്ടി കണ്ണിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ട് വരുമ്പോഴേ അതിൽ ഭക്തിയുടെ ആ കണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് ആ കണ്ണീർ കണങ്ങൾക്ക് ശുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നു. പ്രേമഭക്തി കൊണ്ട് ഹൃദയമലിഞ്ഞ് എൻ്റെ ഭക്തൻ ആനന്ദ നൃത്തം ചെയ്യും, ഉറക്കെ ചിരിക്കും, ദേശകാലാവസ്ഥകളെ മറക്കും, ദേഹബോധം ഇല്ലാതെയാണ്. അതുകൊണ്ട് പറയാണ് ഇനി വിഷയവാസനകൾ ഭക്തനെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, ഇനി ബാധിച്ചാൽ തന്നെ ആ ഭക്തന് അധപ്പതനം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഭക്തി ഉണ്ടെങ്കിൽ ആരാണെങ്കിലും, ഒരു ചണ്ടാളനാണെങ്കിൽ പോലും എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഭഗവാൻ ധ്യാനയോഗത്തെ ഉപദേശിച്ചു. യമം, നിയമം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അങ്ങനെ 8 അംഗങ്ങളോടുകൂടിയ ധ്യാനയോഗത്തെ പറഞ്ഞു. യമനിയമങ്ങൾ സ്വീകരിക്കുക, ശീലിക്കുക, പിന്നെ പ്രാണായാമം ചെയ്യുക, ആസനജയം നേടുക, പ്രത്യാഹാരത്തിലൂടെ പുറത്തേക്ക് ഒഴുകിയിരുന്ന മനസ്സിനെ അന്തർമുഖമാക്കുക, അത് തിരിഞ്ഞൊഴുകുന്നത് ധാരണ. അത് കഴിയുമ്പോഴാണ് ധ്യാനം എന്നുള്ള തലത്തിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ ധ്യാനിക്കാനൊക്കെ ഇരിക്കാറുണ്ട്, പക്ഷേ ധ്യാനിക്കുമ്പോൾ ഉള്ളിൽ ഭഗവത് സ്വരൂപത്തെ കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ മറ്റുള്ളതൊന്നും ശീലിച്ചിട്ടില്ല. എങ്ങനെയോ നമ്മൾ 7ാമത്തെ പടിയിൽ കയറിയിരിക്കുകയാണ്. ഓരോ പടിയും കയറി 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 ധ്യാനം എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞാൻ ഭഗവാനെ ധ്യാനിക്കുന്നുള്ള അവസ്ഥയിൽ ഞാൻ എന്ന ആ ഭാവവും ധ്യാനിക്കുന്നു എന്നുള്ള കർമ്മവും നശിച്ച് ഭഗവാനും താനും ഒന്നായി തീരുന്ന ഒരു തലത്തിലേക്ക് സാധകനെത്തും. അതാണ് സമാധി എന്നുള്ളത്. സമാധി എന്നുള്ളത് കേവലം മരണമല്ല, മറിച്ച് ഈ ജീവിത യാത്രയിൽ നമ്മൾ ഈ ദേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ദേഹവുമായി ബന്ധമില്ലാതെ ബുദ്ധി സമമായിരിക്കുന്ന അവസ്ഥയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ധ്യാനയോഗത്തിൽ നിന്നുണ്ടാകുന്ന സിദ്ധികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ നിരവധി സിദ്ധികളെ കുറിച്ച് പറഞ്ഞു. അണിമ, മഹിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാഗാമ്യം, ലഘിമ തുടങ്ങിയ ആ സിദ്ധികളെ കുറിച്ച്
പറയുകയാണ്. ഭഗവാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, ഈ സിദ്ധികൾ വലുതാവുക, ചെറുതാവുക, ഭാരം കൂട്ടുക, ഭാരം കുറയ്ക്കുക, ഇതൊന്നും എൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ? ഇതൊന്നും എന്നെ മയക്കില്ല, മറിച്ച് ഞാൻ ഭക്തിയുടെ മുമ്പിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. ഗോപികാഭക്തി, യശോദാഭക്തി, പ്രഹ്ലാദ ഭക്തി, ധ്രുവന്റെ ഭക്തി, അങ്ങനെ എത്രയോ മാതൃകകൾ. യശോദാമയ്ക്ക് ആ കയറുകൊണ്ട് ഉണ്ണിയെ കെട്ടിയിടാൻ സാധിച്ചത് പ്രണയരശനയ സ്നേഹപാശം കൊണ്ടാണ് കെട്ടിയിടാൻ സാധിച്ചത്. ആ സ്നേഹപാശം കൊണ്ട് മാത്രമേ ഭഗവാനെ കെട്ടിയിടാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഈ സിദ്ധികൾ കൊണ്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താം എന്നല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്താൻ സാധിക്കില്ല. ഭക്തന് സിദ്ധികൾ ആവശ്യമാണെങ്കിൽ ഞാൻ കൊടുക്കും. ഭക്തൻ ഒരിക്കലും സിദ്ധിക്ക് വേണ്ടി മോഹിക്കാറില്ല, അല്ലേ? നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധിരകുലഭവം വാ. എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്നു. പിന്നെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു. എന്താണ് വിഭൂതി? ചിലത് ഭഗവാനാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷികളിൽ ഗരുഡൻ ഞാനാണ്, മൃഗങ്ങളിൽ സിംഹം ഞാനാണ്, ഭക്തന്മാരിൽ ഉദ്ധവ അങ്ങ് ഞാൻ തന്നെയാണ്. എന്തിനങ്ങനെ പറയുന്നത്? ആദ്യം ചിലതിൽ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുക. പിന്നെ പതിയെ എന്ത് വേണം? എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കണം. ഇപ്പൊ ഒരു പശുവിനെ കാണുമ്പോൾ നമുക്ക് ഗോമാത എന്ന് തോന്നാറുണ്ട്. ഒരു പോത്തിനെ കാണുമ്പോഴോ എരുമയെ കാണുമ്പോഴോ നമുക്കത് തോന്നുന്നില്ല. എന്നാൽ എല്ലാത്തിലും ചൈതന്യമായിരിക്കുന്നത് ഒരേ ഒരു വസ്തുവാണ്. ആദ്യം ചിലതിൽ കാണുകയും പിന്നെ എല്ലാത്തിലും ഭഗവാനെ കാണാൻ സാധിക്കും. ഒരു വിഗ്രഹത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കണം. ആ വിഗ്രഹം ഉണ്ടാക്കിയ കല്ലിലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥമായ ഭക്തിയുടെ തലത്തിലേക്ക് നമ്മൾ എത്തുക. ഒരു ശില്പിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ വിഗ്രഹം നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ ശില്പി പറഞ്ഞു, ഞാനിതിൽ വിഗ്രഹം നിർമ്മിക്കണില്ല, ഈ വിഗ്രഹം ഇതിലുണ്ട്, വിഗ്രഹം അല്ലാത്തതിനെയൊക്കെ ഞാൻ മാറ്റിക്കളഞ്ഞു. അപ്പൊ എന്തുണ്ടായി? അതിലെ വിഗ്രഹം നമുക്ക് അനുഭവവേദ്യമാണ്. ഇതേപോലെ നന്മയെ സ്വാംശീകരിക്കാൻ സാധിക്കുക. എല്ലാവരിലും ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്, എല്ലാം ഈശ്വരന്റെ സങ്കല്പമാണ് എന്ന് തിരിച്ചറിയുക. അതിന് ആദ്യമായി വേണ്ടത് മനഃശുദ്ധിയാണ് എന്ന് പറഞ്ഞു. ഈ മനഃശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വർണ്ണാശ്രമ ധർമ്മങ്ങളെ ഭഗവാൻ ഉപദേശിച്ചത്. അല്ലാതെ ഒന്ന് ശ്രേഷ്ഠമെന്നോ മറ്റൊന്നും നികൃഷ്ടമെന്നോ കരുതാനോ തല്ലുകൂടാനോ ഒന്നുമല്ല എന്ന് പറയുന്നു. അവരവർ ആ സ്വധർമാനുഷ്ഠാനങ്ങളെ വേണ്ട പോലെ പകർത്തി എന്തായിത്തീരണം? ബ്രാഹ്മണൻ എന്നുള്ളത് കേവലം പൂണൂലിടുന്നവൻ മാത്രമല്ല, അല്ലെങ്കിൽ പൂണൂലിടൽ അതിൻ്റെ ഒരു ആ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, മറിച്ച് ബ്രഹ്മത്തെ അറിയലാണ് പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് തിരിച്ചറിയൂ. അങ്ങനെ ആ സന്യാസങ്ങളെ കുറിച്ച്, സന്യാസം തുടങ്ങിയ ആശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ജ്ഞാന വിജ്ഞാന വൈരാഗ്യങ്ങളെ കുറിച്ച് പറയുകയാണ്. എന്താണ് ഭക്തി? ഇപ്പോ ആ കരിമ്പ് അത് ചാറാക്കി അതിൽ നിന്ന് പഞ്ചസാര എടുക്കുന്നു, പഞ്ചസാര അങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ജ്ഞാനമാണെങ്കിൽ ആ പഞ്ചസാരയുടെ മാധുര്യം അനുഭവിക്കലാണ് ഭക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദാഹരണത്തിലൂടെ പറയാനായിട്ട് സാധിക്കും എന്ന് അവിടെ സൂചിപ്പിച്ചു. പിന്നെ ഉദ്ധവൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ആരാണ് പണ്ഡിതൻ, ആരാണ് ദരിദ്രൻ, ആരാണ് ധനവാൻ, ആരാണ് പാമരൻ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഭഗവാൻ അതേപോലെ തന്നെ മറുപടി പറഞ്ഞു. സത്വഗുണം പ്രകാശിക്കലാണ് സ്വർഗം, തമോ ഗുണത്തിന്റെ ഉദയമാണ് നരകം, ശാശ്വതമായ ലാഭം എന്ന് പറയുന്നത് ഭക്തിയാണ്, ബന്ധമോക്ഷങ്ങളെ അറിഞ്ഞവനാണ് പണ്ഡിതൻ, ദേഹാഭിമാനിയാണ് മൂർഖൻ, ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ധനികൻ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഗുണദോഷങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് ഭഗവാൻ പറഞ്ഞു, ഗുണവും ദോഷവും അത് തുടക്കത്തിലേ ഉള്ളൂ, അവസാനം ഗുണദോഷങ്ങൾ എന്നുള്ളത് കേവലം മനസ്സിന്റെ കൽപ്പനയാണ് എന്ന് തിരിച്ചറിവുണ്ടാവുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഗുണദോഷങ്ങളെ ചിന്തിക്കുന്നത് ദോഷവും, എല്ലാത്തിലും ആ ഈശ്വരനെ കാണുന്നതാണ് ഏറ്റവും വലിയ ഗുണവും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഈ ശരീരം നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു തോണിയാണ്. ആ ശരീരത്തെ ഏറ്റവും ധന്യമായ ധർമാനുഷ്ഠിതമായ ജീവിതത്തിലൂടെ കൊണ്ടെത്തിച്ചാൽ
ഇന്ദ്രിയങ്ങളാകുന്ന തുഴക്കോലുകളെ കൊണ്ട് ഭഗവത് ഭജനം ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹമാകുന്ന കാറ്റ് ആ പായയിൽ ഇങ്ങനെ തട്ടുമ്പോൾ നമ്മൾ ആ എത്തേണ്ടിടത്ത് എത്തും എന്ന് പറയുന്നു. മറിച്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് മത്സ്യബന്ധനം നടത്തുന്നവനെ പോലെ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവൻ അവസാനം എന്തായിട്ട് തീരും? ആ സംസാര സാഗരത്തിൽ ആ വഞ്ചി മുങ്ങി നശിക്കുക തന്നെ ചെയ്യും. അത്യപൂർവമായ ദുർലഭം മാനുഷം ജന്മ എന്ന് പ്രഹ്ലാദൻ പറയുന്ന ദുർലഭമായ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ ഭഗവാനെ ഭജിച്ചു. ഒരു ആത്മപരിശോധന നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് പോലും തെറ്റാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഭഗവാൻ നമുക്ക് നൽകിയ കാരുണ്യം എത്ര വലുതാണ്, നമ്മൾ ഭഗവാനോട് കാണിക്കുന്നത് എത്ര ചെറുതാണ്. ഒന്നുമിൻ നൈപുണ്യമല്ല കണ്ണ, എല്ലാം നിൻ കാരുണ്യം ഒന്ന് മാത്രം അല്ലേ? ആ ധൂൻ പറഞ്ഞില്ലേ, യോന്തപ്രവിശ്യം അമ വാചമിമാം പ്രസുപ്താം എന്നാണ്. എനിക്കിവിടെ ഇരുന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യമാണ്. അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാന്റെ കാരുണ്യമല്ലാതെ ഒന്നും ഇവിടെയില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ സൂചിപ്പിച്ചു ആ ഭക്തിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. ഉദ്ധവൻ അവിടെ ചോദിച്ചു, ഈ ആചാര്യന്മാർ പല രീതിയിൽ തത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ചിലർ 25 ചിലർ 3 5 10 ഇങ്ങനെ എണ്ണത്തെ കുറിച്ച് ചർച്ചകളുണ്ടല്ലോ. നമുക്കൊക്കെ തോന്നാറുണ്ട് അല്ലേ, ഭാഗവതം കേട്ടിട്ട് അതിൽ എത്ര ശ്ലോകമുണ്ട്, ഇന്ന ശ്ലോകം തെറ്റല്ലേ, അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ അതിന്റെ ലക്ഷ്യത്തിലേക്കാണ് മുന്നോട്ട് പോകേണ്ടത്. ഭഗവാൻ പറഞ്ഞത് അതാണ്. വലിയൊരു മാവുണ്ട്, ആ മാവിൽ എത്ര കൊമ്പുണ്ടെന്നോ എത്ര തടിക്ക് വണ്ണുണ്ടെന്നോ എത്ര വർഷമായിരുന്നോ നമ്മൾ അന്വേഷിക്കേണ്ട. അതിലെ സ്വാദേറുന്ന ആ ഭാഗവതമാകുന്ന പഴം ആസ്വദിച്ച് കഴിച്ചോളൂ. എങ്ങനെയാ ഈ തത്വത്തിൽ വ്യത്യാസം വരുന്നത്? ചിലത് ഇപ്പൊ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ 5 പറഞ്ഞാൽ എണ്ണം കൂടും, 1 പറഞ്ഞാൽ എണ്ണം കുറയും. അപ്പോൾ എണ്ണത്തിലല്ല കാര്യം, അതിനെ മനസ്സിലാക്കലാണ് പ്രധാനം എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ദ്വിജഗീത പറഞ്ഞത്. ജന്മം കൊണ്ട് ബ്രാഹ്മണൻ, കർമ്മം കൊണ്ട് ഒരു കച്ചവടക്കാരനായ ഒരു ബ്രാഹ്മണൻ. അവന്തി രാജ്യത്തെ ബ്രാഹ്മണൻ ധാരാളം പണം സമ്പാദിച്ചു. എന്നാൽ അത് ധർമാനുസരമായി അതിനെ വീണ്ടും ഉപയോഗിച്ചില്ല. ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നുള്ളത് കൊണ്ട് ധർമാനുസാരിയായി പ്രവർത്തിക്കാതെ അധർമ്മം ചെയ്ത അദ്ദേഹത്തിന്റെ അർത്ഥം മുഴുവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ അനർത്ഥമായ അർത്ഥത്തിന്റെ പിന്നാലെ പോയി എല്ലാം നഷ്ടപ്പെട്ട അദ്ദേഹം പറഞ്ഞു, അവിടെ വലിയൊരു തത്വം അദ്ദേഹം പറഞ്ഞു. മനപ്പരം കാരണമാമനൻ. അദ്ദേഹം എല്ലാം ഇല്ലാതെയാണ്. ഇപ്പോ അദ്ദേഹം പലരുടെ നിന്നും യാചിച്ചു ജീവിക്കാൻ. അപ്പോഴും അദ്ദേഹത്തെ പല രീതിയിൽ ദ്രോഹിക്കാൻ വന്ന ആളുകൾ, കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടവർ, കിടന്നുറങ്ങുമ്പോൾ ദേഹത്ത് മലമൂത്ര വിസർജനം നടത്തിയവർ, അവരിലൊന്നും ഇദ്ദേഹത്തിന് ലവലേശം ഒരു പ്രതിക്രിയ ചെയ്യണമെന്നോ ചീത്ത പറയണമെന്നോ ഒന്നും അദ്ദേഹത്തിന്റെ മനസ്സിന് തോന്നിയില്ല. കാരണം ഈ ദുഃഖവും സുഖവും മനക്കൽപ്പിതമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. നമ്മുടെ കയ്യ് നമ്മുടെ കണ്ണിൽ തട്ടിയാൽ വേദനിച്ചാലും നമുക്ക് അതുകൊണ്ട് കുഴപ്പമില്ല. വേറൊരാളുടെ കൈ തട്ടുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു. അപ്പൊ സത്യത്തിൽ കണ്ണിലേക്ക് കൈ തട്ടിയതല്ല കാരണം, മറിച്ച് നമ്മുടെ മനസ്സിൽ ഞാനെന്നും നീ എന്നുമുള്ള ചിന്തയാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ഗ്രഹങ്ങളോ ഈശ്വര ഭാവങ്ങളോ മറ്റുള്ളവരോ ഒന്നുമല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം, മറിച്ച് നമ്മുടെ മനസ്സാണ്. കാല് മുറിഞ്ഞപ്പോ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അമ്പലത്തിൽ പോയപ്പോ കല്ല് തട്ടിയതാണ്. അമ്പലത്തിൽ പോയപ്പോ കല്ല് തട്ടിയതല്ല, കല്ലിൽ തട്ടിയതാണ്. നമ്മൾ അങ്ങോട്ട് തട്ടിയതാണ്, കല്ലിങ്ങോട്ട് വന്ന് തട്ടിയതല്ല. അപ്പോ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ്. ഇതേപോലെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ദുഃഖത്തിന് കാരണം മറ്റു പലരുമാണ് എന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, അയാൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അല്ല, മറിച്ച് നാം അതിനെ എങ്ങനെ കണ്ടു എന്നുള്ളതാണ്. മരണം വലിയൊരു ദുഃഖമാണ്. പക്ഷേ മരണം എന്നുള്ളത് കേട്ടാൽ നമുക്ക് സങ്കടം വരുന്നില്ല. മരിച്ചത് നമ്മുടേതാണ് എന്ന് തോന്നൽ വരുമ്പോഴേ ദുഃഖമുള്ളൂ. അല്ലെങ്കിൽ പത്രം ഇരുന്ന്
പത്രം എടുത്ത് വായിക്കുമ്പോൾ ചരമക്കോളം വായിച്ച് നമ്മൾ ദിവസവും കരയും ഞാൻ അല്ലേ, എനിക്കിനി ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരയാറുണ്ട്. അപ്പൊ ഇത് ആ വ്യക്തി, അപ്പൊ ഇത് മമതയാണ് ദുഃഖത്തിന് കാരണം, മനസ്സിനെ നിയന്ത്രിക്കുകയാണ് പരമപ്രധാനം എന്ന് ആ ദ്വിജൻ, ആ ബ്രാഹ്മണൻ ആ വിപ്രഗീതയിലൂടെ പറഞ്ഞു. മനോജയത്തിന് ഭഗവാൻ പിന്നീട് സാഖ്യയോഗത്തെ അവിടെ അവതരിപ്പിച്ചു. സംഖ്യയുമായി ബന്ധപ്പെട്ട സാഖ്യയോഗം 2 എന്നൊന്നില്ല, ലോകത്തിൽ ഒന്നേ ഉള്ളൂ. അത് ആ നിലയിലേക്ക് എത്താൻ, സോഹം എന്ന നിലയിലേക്കൊക്കെ എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയും. ആ ഒരു തലത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആചാര്യന്മാര്, ഗുരുപരമ്പരകൾ നമുക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾ സോഹം സോഹം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിലൊരു അക്ഷരം കൂടി ചേർത്തോളൂ, പിന്നെ എളുപ്പമായി ദാസോഹം എന്ന് ആക്കിക്കോളൂ. അപ്പൊ ഭഗവാന്റെ ദാസനാണ് എന്ന ഭാവത്തിൽ നിന്നാൽ പിന്നെ എന്തായി, എല്ലാം ഭഗവാൻ നോക്കിക്കോളും. അച്ഛനമ്മമാരുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ നമുക്ക് വീഴുമോ എന്നുള്ള പേടിയില്ല, അവര് രക്ഷിക്കുമെന്നുള്ളൊരു ഉറപ്പാണ്. ഇതേപോലെ നമ്മുടെ കൈപിടിക്കാൻ ഭഗവാനുണ്ട് എന്ന് ഉറപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു, ആ ഗുണങ്ങളെ ജയിക്കാൻ, നേരത്തെ നമ്മൾ പറഞ്ഞു തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും, രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും, സത്വഗുണത്തെ നിർഗുണഭാവം കൊണ്ടും ജയിക്കണം എന്ന് ഭഗവാൻ ഉപദേശിച്ചു. മനോജയത്തിന് ഐളഗീതയെ അവിടെ ഉപദേശിച്ചു. ഉദ്ധവ, മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഭക്തിയോടുകൂടി ശ്രവണ കീർത്തനങ്ങൾ ചെയ്ത് എന്നെ ഭജിക്കുക. കാമിനീ കാഞ്ചനങ്ങളുടെ പിന്നാലെ പോയാൽ അപകടമാണ്. പുരൂരവസിന്റെ കഥയാണ് അവിടെ ഐളഗീത. ഇളന്റെ പുത്രനായതുകൊണ്ട് പുരൂരവസിന് ഐളൻ എന്നു പേര്. ആ പുരൂരവസ് ഉർവശിയുടെ സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിച്ച് അമിതമായ ആസക്തിയോടുകൂടി അവളുടെ കൂടെ കഴിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഉർവശി എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, വിദേഹ രാജ്യത്തെ പിങ്കള എന്ന വേശ്യാസ്ത്രീ വിചാരിച്ചതുപോലെ എന്താണ് ഈ ഉർവശി? മൂത്രപുരീഷങ്ങളുടെ പാത്രമായി ദുർഗന്ധപൂർണമായ ഒരു ദേഹം, അതല്ലേ ഉർവശി? അതിന്റെ സുഖത്തിന്റെ പിന്നാലെ പോയതല്ലേ? ഈ വിസർജ്യങ്ങളിൽ പുളയ്ക്കുന്ന കൃമികീടങ്ങൾ പോലെയല്ലേ ഞാൻ എന്ന് തോന്നൽ അദ്ദേഹത്തിന് വന്നതോടുകൂടി എല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു, ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് പാണ്ഡിത്യം എത്രയുണ്ടായാലും മനസ്സ് ആർദ്രമാകുന്നില്ലെങ്കിൽ, അവിടെ ഭഗവാനിലുള്ള ആസക്തി ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരിക്കലും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് സത്സംഗം എന്ന് വീണ്ടും ഉറപ്പിച്ചു. പിന്നീട് ഉദ്ധവന്റെ ചോദ്യത്തിന് മറുപടിയായി പൂജാവിധികളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. നമ്മളൊക്കെ സാധാരണ ക്ഷേത്രങ്ങളിലും യജ്ഞവേദികളിലൊക്കെ കാണുന്ന പോലെ ജലഗന്ധ പുഷ്പധൂപ നൈവേദ്യാദികളോടുകൂടി ഭഗവാനെ ഒരു രാജതുല്യം പൂജിക്കുക. ആ പൂജയിൽ പരമപ്രധാനം എന്താ? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രേക്ഷിച്ചു. ഇത് ഭക്തിയോടുകൂടി കൊടുത്താലേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ. ഭക്തി ഉണ്ടെങ്കിൽ ഒരു കുന്നിക്കുരുവും ഒരു മൈപ്പീലിത്തുണ്ടും ഒരു പട്ടുകോണവും ഒക്കെ ഭഗവാൻ സ്വീകരിക്കും. ഒരു ഓടക്കുഴലിനെ പോലെ ആവണമെന്ന് ഓടക്കുഴല് ഗോപികമാർക്ക് പറഞ്ഞു കൊടുത്തു, പകർന്നു കൊടുത്തു എന്ന് പറയാറുണ്ട്. കാരണം എന്താ? ഒന്നുമില്ലായ്മയാണ് ഓടക്കുഴലിന്റെ ഏറ്റവും വലിയ പുണ്യം. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന് ശബ്ദം കേൾക്കില്ല. നമ്മുടെ ജീവിതമാകുന്ന ഓടക്കുഴലിനെയും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. ആ ഭഗവാൻ അത് കയ്യിലെടുക്കും, നമ്മുടെ അകത്തേക്കൊന്ന് നോക്കും, അതിനകത്ത് ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഭഗവാൻ അത് ആ അധരത്തോട് ചേർത്ത് വയ്ക്കും. തൻ്റെ കരാങ്കുലികളെ ആ ദ്വാരത്തിന് മുകളിൽ ഉയർത്തിയും താഴ്ത്തിയും അതിൽ നിന്ന് സംഗീതം ഉണർത്തും. ഇതേപോലെ മുളയെ മുരളികയാക്കുന്ന മുകുന്ദന്റെ ആ കൈകളിലേക്ക് നമ്മുടെ ജീവിതത്തെയും സമർപ്പിക്കുക. അങ്ങനെ ഭഗവാന്റെ പാദത്തിൽ വീണ് നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? ശിരോമൽ പാദയോ കൃത്വ ബാഹുഭ്യാം ച പരസ്പരം. എപ്പോഴും ആ ഭഗവാന്റെ ദിവ്യമായ പാദങ്ങളെ നമുക്ക് തൊടാൻ, ആ അകക്കണ്ണുകൊണ്ട് കാണാൻ അതിന് സാധിക്കണം. എന്നിട്ടോ ഭഗവാനെ എന്നെ ആ മൃത്യുവാകുന്ന മുതലയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അത് മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ആ ഭയത്തിൽ നിന്ന് മാറിയാൽ അഭയസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഉള്ളിൽ മിന്നിത്തിളങ്ങും. ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവിന്റെ അഗ്രപൂജ
അതേപോലെ ശ്രീരാമാവിന്റെ അവില്, പാഞ്ചാലിയുടെ ചീരക്കറി, അതേപോലെ സാക്ഷാൽ ഗജേന്ദ്രന്റെ താമരപ്പൂവൊക്കെ ഞാൻ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ ഭക്തിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പൂർണ്ണ ഭക്തിയോടുകൂടി ശക്തി അനുസരിച്ച് ഭഗവാനെ ആശ്രയിക്കുക. ഒരിക്കലും തൻ്റെ ഭക്തി ഒരു അഹങ്കാരത്തിന് കാരണമാകാതിരിക്കാൻ നോക്കുക. തല താഴ്ന്നിരിക്കട്ടെ. ആ താഴ്ന്ന തല, ആ ശിരസ് ഭഗവാന്റെ പാദങ്ങളിൽ ചേർന്നിരിക്കട്ടെ. അപ്പോഴാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക, ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാൻ സാധിക്കുക. ഭഗവാൻ ആ ഏകാന്ത ഭക്തി മോഹിക്കുന്ന ആളുകൾ ഒരിക്കലും മറ്റൊരാളെ നിന്ദിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. സാധിക്കണില്ല നമുക്ക്, അല്ലേ? ഒരാളെയും പ്രശംസിക്കുകയും വേണ്ട എന്നാ പറഞ്ഞത്. കാരണം അവരുടെ ഉള്ളിലുള്ള ചൈതന്യം ഭഗവാനാണ്. അപ്പൊ എല്ലാം ഭഗവാനാണ് ചെയ്യിക്കുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാവുക. അങ്ങനെ 22 അധ്യായങ്ങളുടെ സാരഭൂതം ആയി ഭക്തി വീണ്ടും വീണ്ടും ഭഗവാൻ അവിടെ പ്രഖ്യാപിച്ചു ഉദ്ധവന്റെ അടുത്ത്. എന്നിൽ ഭക്തി ഉണ്ടാവുക, എന്നിൽ ആ ഭഗവാനിൽ ആസക്തി, അതാണ് ഭക്തി എന്നുള്ളത്. അപ്പോ യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ മനോനിഗ്രഹം വരാതെ പലപ്പോഴും വിഷമിക്കും, പലപ്പോഴും അധപ്പതനം സംഭവിക്കും. അതുകൊണ്ട് ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലേ? ഭക്തിയെ തന്നാലും ഭക്തി ഒഴിഞ്ഞൊന്നും വേണ്ടേ വേണ്ട എന്ന് പ്രാർത്ഥിക്കുക. അപ്പോ ഭക്തി ഉണ്ടായാൽ ഭക്തിയുടെ പുത്രഭാവത്തിൽ നിൽക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഉദ്ധവ, ഇനി പൊക്കോളും. എല്ലായിടത്തും ഈശ്വരനെ കാണും. ബ്രാഹ്മണനായാലും ഈശ്വര ചൈതന്യത്തെ എല്ലാവരിലും കാണും. ദേഹാഭിമാനം നശിക്കട്ടെ, എല്ലാവരിലെയും മനസ്സുകൊണ്ട് നമസ്കരിക്കാറാവട്ടെ. അങ്ങനെ ഭക്തിയോഗമാകുന്ന ആ രാജവീതിയിലേക്ക് കടന്നാൽ പിന്നെ തിരിച്ചു വരേണ്ടി വരില്ല, അവിടെ അധപ്പതനം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചു. കാക്കൽ വീണു ഉദ്ധവനിങ്ങനെ നമസ്കരിച്ചു. ഭഗവാന്റെ ഉദ്ധവന് പോകാൻ ഇനിയും സാധിക്കണില്ല എന്ന് മനസ്സിലായപ്പോ രാമാവതാരത്തിൽ ഭരതന്റെ കൈകളിൽ ഏൽപ്പിച്ച പോലെ ആ തന്റെ സുവർണ പാതുകങ്ങളെ ഉദ്ധവന്റെ കൈകളിൽ ഭഗവാൻ ഏൽപ്പിച്ചു. ആ പാതുകങ്ങൾ തന്റെ ശിരസിൽ ഇങ്ങനെ ചേർത്ത് വെച്ചു. ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഉദ്ധവന് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ. എന്താ? അനപായിനിയായ ഭക്തി അടിയന് ഉണ്ടാക്കി തരണേ. നമോസ്തുതേ മഹായോഗി പ്രപന്നമനുഷാധിമാ യഥാ ത്വച്ചരണാംഭോജേ രതിസ്യ. അനപായിനിയായ നശിക്കാത്ത അച്യുതമായ ഭക്തി ഉണ്ടാക്കി തരണേ. ഭാഗവതം തുടങ്ങുമ്പോൾ ഭക്തിദേവിയുടെ കഥയാണ്. ഇപ്പൊ ആ ഭക്തോത്തമനായ ഉദ്ധവനിലൂടെ ഭക്തിയുടെ മഹാത്മ്യത്തെ ഉച്ചൈസ്തരം ഘോഷിച്ചു. ഏറ്റവും ഒടുവിൽ ഇത് നമ്മൾ കേൾക്കും, ഭവേ ഭവേ യഥാ ഭക്തി. എപ്പോഴും ഭക്തി ഉണ്ടാവണേ ഭഗവാനെ. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അത് ഞങ്ങളിൽ ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ധവൻ കാക്കൽ വീണ് നമസ്കരിച്ചു. ശിശുബ്രഹ്മർഷി പറയാണ് പരീക്ഷിത്തെ, സ ഏവമുക്തോ ഹരിമേധസോദ്ധവ പ്രദക്ഷിണം ചാപ്തം പരിസൃത്യപാതയോ ശിരോ നിധായാശ്വകലാഭിരാട്യഷിഞ്ചതദ്വന്ദ്വപരോപ്യപക്രമേ. അവിടെ വീണുകനെ നമസ്കരിച്ച് നിറഞ്ഞ കണ്ണുകളോടുകൂടി, പലപ്പോഴും തോന്നാറുള്ളത് പോലെ ഗുരുവായൂരപ്പന്റെ പൂജകൾ സമർപ്പിച്ച് 6 മാസക്കാലത്തെ ഭഗവത് ശബര്യ സമർപ്പിച്ച് അതാഴ പൂജയും അതേപോലെ തന്നെ ആ ശിവേലിയും കഴിഞ്ഞ് തിരിച്ചു വന്ന് ശാന്തിയേറ്റ വിശാന്തിമാരുടെ തൃപ്പുകയും കഴിഞ്ഞ് ആ കനകശ്രീകോവിലിൽ കടന്ന് ആ കാരുണ്യസ്വരൂപന്റെ കാലടികളിൽ 2 കണ്ണീർ വീഴ്ത്തി പുറത്തേക്ക് ഇറങ്ങുന്ന ഓരോ മേശാന്തിമാരും വലതുകാല് സോപാനപ്പടിയിലേക്ക് വെക്കുന്നതിന് മുമ്പേ ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ട് കണ്ണനെ. ഇനിയെന്ന് കാണും കണ്ണ എന്നുള്ള ഭാവത്തിൽ വീണ്ടും ഓടിച്ചെന്ന് വീണ്ടും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് വിഭ്രൻ നമസ്കൃത്യ യയോ പുനഃ വീണ്ടും വീണ്ടും നമസ്കരിക്കുമ്പോൾ ആ കണ്ണീർ തുള്ളികൾ കണ്ണന് ആ കണ്ഠത്തിൽ ചാർത്താനുള്ള രത്നമാലയായി തീരുമ്പോൾ ജന്മപുണ്യത്തെ അറിഞ്ഞ് തിരിച്ച് ഇറങ്ങുന്ന മേശാന്തിമാരെ പോലെ ഉദ്ധവനും ദാ മെല്ലെ മെല്ലെ അവിടുന്ന് ദാ യാത്രയായി എന്ന് പറയുന്ന ആ ഉദ്ധവന്റെ ബദരി യാത്ര നമുക്ക് മനസ്സിൽ കാണാം. നമുക്കും
ഉദ്ധവനെ പോലെ ഒന്നും ആയില്ലെങ്കിലും ആ ഉത്തമമായ ഭക്തിക്കായി ഉത്തമസ്വരൂപനായ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന പൊന്നുഗുരുവായൂരപ്പൻ സാർത്ഥകമാകട്ടെ, ആക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷര പുഷ്പാഞ്ജലി, ഈ അവിൽപ്പുതി, ഈ യജ്ഞത്തിൻ്റെ ആചാര്യനും എനിക്ക് അനുജാതതുല്യനുമായ ബ്രഹ്മശ്രീ വള്ളിയൂർ പരമേശ്വര നമ്പൂതിരിയുടെയും ഇവിടെ കൂടിയിരിക്കുന്ന സമസ്ത ഭക്ത ജനതതിയുടെയും മാതാപിതാക്കളുടെയും ഗുരുപരമ്പരകളുടെയും ഒക്കെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭഗവാനെ ഇവിടുത്തെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ